കോൺഗ്രസ്സുകാരൻ പക്ഷേ സഹിയില്ലാതെ തിരിച്ചു കുത്തിയാൽ അതൊരു വിഷയമാണ്. ഈ കോൺഗ്രസ്സുകാരൻ സപ്പോർട്ട് ചെയ്താൽ ആരും സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ സുധാകരൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ സുധാകരൻ നമ്മളെ പയ്യനാണ് തോന്നിയത് എന്തോ തോന്നുന്നു. അത് കോൺഗ്രസ്സുകാർക്ക് പിടിച്ചില്ല. കോൺഗ്രസ്സുകാർ എപ്പോഴും കുറേ അനുയായികളെ കൂടെ കൊണ്ടുപോകുക. അവർക്കെന്ത് പറ്റിക്കഴിഞ്ഞാൽ അവരെ തള്ളിക്കളയുന്ന പരിപാടിയാണ്. അതിന് സുധാകരന് കിട്ടില്ല. ചിലപ്പോൾ BJP പോയി കഴിഞ്ഞാൽ സുധാകരന് വലിയ സ്വീകാര്യത കിട്ടും. ചിലപ്പോൾ BJP 1-2 സീറ്റ് അധികം കിട്ടും. BJPക്ക് അത് ഗുണം ചെയ്യും. പിന്നെ സുധാകരൻ ഒരു അംഗത്തിനും കൂടി വാരും BJPക്കാർ കൊടുക്കും. സതീശൻ എത്ര ഭീകരമായിട്ടാണ് അദ്ദേഹത്തെ അപമാനിച്ചത്. എനിക്ക് സതീശൻ ഇഷ്ടമൊക്കെ തരണം. പക്ഷെ സതീശൻ്റെ ഈ ഒരു ഓഞ്ഞ സുഖമുണ്ട് ചില സമയത്ത്. അത്യൊന്നും അഹങ്കരിക്കണ്ട. അപ്പം ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, ഇവിടെ കത്തോലിക്ക സഭ മാത്രമേ ഉള്ളൂ. ഇവിടെ ഈഴവന്മാർക്കൊരു വിലയില്ലേ? ചുവന്മാർക്കൊരു വിലയില്ലേ? തീയന്മാർക്കൊരു വിലയില്ലേ? ആരോ വോട്ടുങ്ങൾക്ക് വേണ്ടി. കോൺഗ്രസിൻ്റെ കേരളത്തിലെ ശത്രുവര. ഡു യു തിങ്ക് ദാറ്റ് ഇസ് BJP? ഇറ്റ്സ് നോട്ട് BJP, ഇറ്റ്സ് നൺ അതർ ദൻ CPM. ഒരുപാടത്ത് മുന്നോട്ട് പോകാനുള്ള ശേഷി ഹൈക്കമാൻഡിനില്ല. ഹൈക്കമാൻഡ് ഈസ് ലോ കമാൻഡ് നൗ. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ 2 സുധാകരന്മാർ നിറഞ്ഞു നിൽക്കുന്നു. G. സുധാകരനും പിന്നാലെ K. സുധാകരനും വന്നിരിക്കുന്നു. K. സുധാകരൻ ഉയർത്തുന്ന വെല്ലുവിളി കോൺഗ്രസ് നേതൃത്വത്തിന് ഒരല്പം കടുപ്പമേറിയതായിരിക്കുമെന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശോധിക്കാം നമുക്ക് നിലവിലെ സാഹചര്യം, ഇടത് വലത് മുന്നണികൾ നേരിടുന്ന ചലഞ്ചസിനെ കുറിച്ച്. നമ്മുടെ ഒപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ അലി. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ G. സുധാകരൻ ഇടതുപക്ഷത്തിന് ഉയർത്തിയ വെല്ലുവിളിയെക്കുറിച്ചൊക്കെ ചർച്ചകൾ നടന്നു, നമ്മളത് സംസാരിച്ചു. ഇപ്പോൾ അത് K. സുധാകരന് വന്നിരിക്കുകയാണ്. കണ്ണൂരിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ പഴയ ഗർജിക്കുന്ന സിംഹം. ഇദ്ദേഹം വളരെ സ്ട്രോങ് ആയി തന്നെ നിലനിൽക്കുകയാണ്. ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഹൈക്കമാൻഡ് വിളിപ്പിച്ചിട്ടും പോയിട്ടില്ല. എന്ത് തോന്നുന്നു? എന്താണ് നമ്മൾ പറയുമ്പോൾ വെളുക്കോളം വെള്ളം കോരിയിട്ട് കലവിട്ടുടയ്ക്കുന്ന ഒരു ഏർപ്പാടിലേക്കാണോ കോൺഗ്രസ് പോകുന്നത്? അത്തരത്തിലേക്ക് അവരെ തള്ളിയിടുമോ ശ്രീ K. സുധാകരൻ? ഒന്നാമത് സുധാകരൻ എന്നുള്ള പേര് തന്നെ കേരളത്തിൽ നിരോധിക്കണം. ഒന്ന് ഭയങ്കര അലമ്പായി മാറിയിട്ടുണ്ട് ഈ പേര്. പ്രധാനമായിട്ട് ഈ സുധാകരനെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്, വേണമെങ്കിൽ ഇനി പറയാം. ഈ K. സുധാകരൻ, ഞാൻ ശരിക്കും K. സുധാകരനും എതിരെ അതിശക്തമായിട്ട് ഡിബേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ ആ സമയത്ത് എനിക്ക് K. സുധാകരനോട് ഒരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു. കാരണം കണ്ണൂർ ഈ പാർട്ടി ഇന്നത്തെ രൂപത്തിൽ നിലനിർത്തുന്നതിൽ K. സുധാകരന് വലിയൊരു പങ്കുണ്ട്. അതിന് മുമ്പ് ആമോഷം ഉണ്ടായിരുന്നു. ഇവരെല്ലാമാണ് ഈ CPM-യുടെ അട്രോസിറ്റീസിൻ്റെ ഇടയിൽ ഈ പാർട്ടി ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടുവന്നത്. അതിന് അദ്ദേഹത്തിന് ഒരുപാട് തവണ വധസമ്മതം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കോഴിക്കോട് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ഇല്ലാതാകാൻ കാരണം ഇതുപോലുള്ള ലീഡർ ഇല്ലാതെ പോയതാണ്, നട്ടലുള്ള നേതാവ് ഇല്ലാതെ പോയതാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സുധാകരന് അർഹിക്കേണ്ട ഒരു ഇമ്പോർട്ടൻസ് കോൺഗ്രസ് സ്ഥാനങ്ങൾ കോൺഗ്രസ് സമയത്ത് കൊടുത്തിട്ടുണ്ടോ ചോദിച്ചാൽ ഇല്ല. ഒന്നും മന്ത്രിയാക്കി എന്നുള്ളത് ശരിയാണ്, അതുകൊണ്ട് പ്രത്യേക കാര്യമൊന്നുമില്ല. അതുകൊണ്ട് സുധാകരൻ ലൈവായിരുന്നു, കണ്ണൂർ പാർട്ടി ലൈവായിരുന്നു എന്നല്ലാതെ സുധാകരൻ സംഘടനാ സംവിധാനത്തിലേക്ക് KPCC പ്രസിഡന്റായിരിക്കും കുറെ മുമ്പേ എങ്ങായിരിക്കും നേരത്തെ ആക്കണമായിരുന്നു. അത് രമേശിന്റെ സമയത്തോ ഒക്കെ അതിനെ കൊണ്ടുവരേണ്ടതായിരുന്നു. അങ്ങനെയാണെങ്കിൽ പാർട്ടി കുറെ കേരളത്തിൽ മൊത്തം ഇന്നത്തെ രീതിയിലാവും എന്നൊരവസ്ഥ. രീതിയിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ കാലം പിടിച്ചല്ലേ ജയിക്കാൻ പോകുന്നത്. ആ അവസ്ഥയിലേക്ക് ഈ പാർട്ടി പോവില്ലായിരുന്നു. അത് അന്ന് ചെയ്തില്ല. പിന്നെ അദ്ദേഹത്തിന് പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയൊക്കെ അസുഖമൊക്കെ ഉള്ള സമയത്ത് അദ്ദേഹത്തെ KPCC പ്രസിഡന്റാക്കി. അവിടെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു. അത് ബഹുമാനം സമ്മതിക്കില്ല. അതെ, അദ്ദേഹം കുറേയേറെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചതായി ചിലരൊക്കെ തന്നെ പറയുന്നുണ്ട്. അതായത് ഒട്ടേറെ ചേഞ്ചസ് പാർട്ടി അണികൾക്കിടയിൽ, അതായത് താഴെത്തട്ടിലെ പ്രവർത്തകർക്കിടയിലൊക്കെ തന്നെ കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷെ അതൊന്നും അല്ലെ, പ്രവർത്തകരെ മൊബൈൽ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളത് അവർക്ക് അടികൊട്ടേ തിരിച്ചു കൊടുക്കാൻ പറ്റും. 2 കാസർഗോഡ് തൊട്ട് ഈ പറയുന്ന തക്കല വരെയുള്ള ഭാഗത്തുള്ള ഈ പാർട്ടി ഒരേ സ്വരത്തിൽ സംസാരിക്കേണ്ടതുണ്ട്. കാരണം അപ്പുറത്തും ഇപ്പുറത്തും 2 കേഡർ പാർട്ടികളുള്ളത്. ഒരു സെമി കേഡർ സംവിധാനത്തേക്ക് അത് കൊണ്ടുവരണം. അപ്പോൾ അതിനുള്ള ശ്രമമാണ് അദ്ദേഹം തുടങ്ങി. അതാണ് ഒരു SFI-കാരനെ കുത്തിക്കൊന്ന സമയത്ത് അങ്ങനെ ആ പ്രതികളെ ഡിസോൺ ചെയ്തില്ല. CPM-മാരെ ഡിസോൺ ചെയ്യാറില്ല. പിന്നെന്തിനാ കോൺഗ്രസ്സുകാരെ ഡിസോൺ ചെയ്യുന്നു? CPM-മാർ KSU-കാരനെ കൊന്നാലും AVP-കാരനെ കൊന്നാലും ഡിസോൺ ചെയ്യാറുണ്ട്. വെറുതെ അവസാനം എടുത്തുണ്ട്. അതിനാ സുധാകരൻ ചെയ്തത്. അപ്പോൾ കോൺഗ്രസ്സുകാരൻ പക്ഷേ സഹിയില്ലാതെ തിരിച്ചു കുത്തിയാൽ അതൊരു വിഷയമാണ്. ഈ കോൺഗ്രസ്സുകാരെ സപ്പോർട്ട് ചെയ്താൽ ആരും സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ സുധാകരൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ സുധാകരൻ നമ്മളെ പയ്യനാണ് തോന്നിയത് എന്തോ തോന്നുന്നു. അത് കോൺഗ്രസ്സുകാർക്ക് പിടിച്ചില്ല. കോൺഗ്രസ്സുകാർ എപ്പോഴും കുറേ അനുയായികളെ കൂടെ കൊണ്ടുപോകുക. അവർക്കെന്ത് പറ്റിക്കഴിഞ്ഞാൽ അവരെ തള്ളിക്കളയുന്ന പരിപാടിയാണ്. അതിന് സുധാകരന് കിട്ടില്ല. അപ്പോൾ അന്ന് സുധാകരനെ CPM-മാരൊക്കെ ഭയങ്കര വിമർശിച്ചിരുന്നു. എനിക്ക് കേട്ടപ്പോൾ ചിരിയാണ് വന്നത്. കാരണം ഇതിലും അപ്പോൾ അട്രോസിറ്റീസ് കാണിച്ചിട്ട്
ഈ പറയുന്നത് ന്യായീകരിക്കുന്ന ആളുകളാണ്. ജയിലിൽ ഇറങ്ങുമ്പോൾ പിന്നെ എന്താണ് ഈരാളി പട്ടു പതിപ്പിക്കുന്ന ആളുകൾ. അവരാണ് സുധാകരനെ വിമർശിക്കുക. പക്ഷെ അന്ന് സുധാകരനെ അതിൽ കൂടെ വിമർശിച്ച കോൺഗ്രസ്സുകാരാണ്. അപ്പം ഇതാണ് അതിൻ്റെ ഒരു കാര്യം. പക്ഷെ ഇപ്പൊ സുധാകരൻ എടുത്ത നിലപാട് എന്ന് വെച്ചാൽ എനിക്ക് ആ നിലപാടിനോട് യോജിപ്പില്ല. കാരണം ഇന്ന് അവരുടെ പാർട്ടി ഒരു വലിയ ഇലക്ഷൻ നേരിടുകയാണ്. അദ്ദേഹം എം പി ആണ്. എന്നാൽ പിന്നെ അടുത്ത കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ മത്സരിക്കാതിരുന്നാൽ പോലെ എന്തിനാ കയറി മത്സരിച്ചത്? മത്സരിക്കുന്നില്ല ഇല്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ എന്തിനാ കയറി മത്സരിച്ചത്? അവിടെ കോൺഗ്രസ് ഇല്ലായിട്ടാണോ? അല്ലല്ലോ. അപ്പം എം പി ആയിരിക്കുന്ന സമയത്ത് ഇപ്പം മത്സരിക്കണം എന്ന് പറയുന്നതിൽ ശരി, അത് അധികാരത്തോടുള്ള ആർത്തി മാത്രമാണ്. അല്ല, അദ്ദേഹത്തോട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ സീറ്റ് കൊടുക്കാവുന്ന അതൊക്കെ ഉറപ്പ് നൽകിയെന്നാണ് പറഞ്ഞിട്ടുണ്ട്. കേൾക്കുന്നത്. അത് അങ്ങനെ ചിന്തിക്കണ്ടേ? ഒരേ സമയം ഒരു ഇലക്ഷൻ ഉണ്ടാക്കുന്ന ചിലവത്രയാണ്. അത് ഒരുപക്ഷെ ആ സീറ്റ് കൈവിട്ട് പോവുകയും ചെയ്യും. നാട്ടുകാർക്ക് അങ്ങനെ വെറുപ്പ് വരും. സുധാകരൻ മത്സരിക്കണമെന്ന് പണ്ടാരം വന്നിട്ടുണ്ട്. ഞാൻ ശ്രീധരനത്തിനൊക്കെ എതിരാണ്, ഞാൻ ഫെമിനിസ്റ്റാണ്. അപ്പം മോൻ ശ്രീധരൻ മേടിച്ചാൽ അതിപ്പം കുട്ടികളുടെ അച്ഛൻ്റെ പോക്കറ്റ് കൊണ്ട് ചിട്ടെടുത്ത് എന്ത് ചെയ്യാനാണ്? അപ്പം നിങ്ങൾ കയ്യില്ലായിരുന്നോ? നിങ്ങളെ കയ്യിൽ നിന്ന് മാങ്ങ വയ്ക്കാൻ പോയതായിരുന്നു അത് തിരിച്ചു ചോദിക്കുന്ന പോലെയാണ്. ഈ ചെയ്യുന്നതിൽ കാര്യമൊന്നുമില്ല. പക്ഷെ ഈ പ്രശ്നം അവരെ എത്രത്തോളം പിന്നിലേക്ക് അടിക്കുമെന്നാണ് തോന്നുന്നത്? പിന്നിലേക്ക് അങ്ങനെ വലിയ തോതിൽ എനിക്ക് തോന്നുന്നു. കണ്ണൂർ 1-2 സീറ്റ് ചിലപ്പോൾ നഷ്ടപ്പെടുന്നില്ല, അതൊക്കെ ഉള്ളൂ. അതിന് വലിയ ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കും. അല്ല, ഇത് എന്തായാലും ഇത് ചിലപ്പോൾ ബി ജെ പി പോയി കഴിഞ്ഞാൽ സുധാകരന് വലിയ സ്വീകാര്യത കിട്ടും. ചിലപ്പോൾ ബി ജെ പി 1-2 സീറ്റ് അധികം കിട്ടും. ബി ജെ പിക്ക് അത് ഗുണം ചെയ്യും. പിന്നെ സുധാകരൻ ഒരു അംഗത്തിനും കൂടി വാരും ബി ജെ പിക്കാർ കൊടുക്കും. അല്ല, അദ്ദേഹം ബി ജെ പി പോകാനുള്ള സാധ്യതയുണ്ടോ? സുധാകരൻ ഇടയ്ക്ക് ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടു. എനിക്ക് തോന്നി ഞാൻ ബി ജെ പിയിലേക്ക് പോകുന്നു. അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സുധാകരനെ RSSന് വലിയൊരു പങ്കുണ്ട്. സി പി എമ്മിന്റെ അട്രോസിറ്റിക്കെതിരെ അദ്ദേഹം ഫൈറ്റ് ചെയ്യുമ്പോൾ അവിടെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ ആരും വേണ്ടേ? അത് RSS ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അവർക്ക് അദ്ദേഹം ഒരു സംഘമിത്രമാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ അങ്ങനെ നേതാവില്ല ബി ജെ പി. വത്സന്ത് ഇല്ലെങ്കിൽ ചേട്ടനെ കണ്ടെങ്കിൽ അദ്ദേഹം ബി ജെ പിന്റെ ആവുന്നില്ല. സുധാകരൻ അങ്ങനെ ഒരു നേതാവാണല്ലോ. എന്നാൽ സുധാകരൻ ഒരു അംഗത്തിനോട് ബാല്യം ഉണ്ടാവും ബി ജെ പി പോയ. ഇത് വളരെ അല്ല, അത്തരത്തിലുള്ള സാധ്യതകളെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ആ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു, ചില അവസരങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, സംരക്ഷണം നൽകിയ കാര്യമൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ സാഹചര്യത്തിൽ അദ്ദേഹം അങ്ങനെ ഒരു എക്സ്ട്രീം സ്റ്റെപ്പ് എടുക്കുമോ? അത് പറയാനും പറ്റില്ല. സുധാകരനെ പോലെ ആളെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടി ശക്തമാകുമ്പോൾ ആരും അത്തരം പിന്നെ നിലപാട് നടക്കില്ല. അപ്പോൾ സുധാകരൻ തന്നെ ഇപ്പോൾ CPM ഒന്ന് ഡൗൺ ആയെന്ന് തോന്നിയതുകൊണ്ടാണ്. എന്നിട്ടും കൂടി ശക്തനായ പിണറായി വിജയൻ ഇതിലൊന്നും വേണ്ടിയില്ല. പിണറായി വിജയൻ 3ാമത് മുഖ്യമന്ത്രി ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നാണ് തോന്നിയിട്ടുള്ളത്. അതൊരു ടാക്ടിക്സ് ആണ്. അങ്ങനെ പിണറായി വിജയൻ സ്റ്റിൽ ഹീസ് വെരി സ്ട്രോങ്. പക്ഷെ പാർട്ടി ആ ഒരു മേഖല, ആലപ്പുഴ മേഖല അപ്പാരൻ്റലി ഇസ് നോട്ട് ഗോയിങ് വെൽ എന്നൊരു ഫീൽ ഇപ്പോൾ നിലനിൽക്കും. നമുക്ക് അതിലേക്ക് വരാം. അപ്പം ആ സമയത്താണ് അങ്ങനെ പ്രതികരിച്ചത്. അതേപോലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അങ്ങനെ ശക്തമായ നിലയിലല്ല. ആ സമയത്ത് സുധാകരനെ സംബന്ധിച്ചിടത്തോളം സുധാകരന് മറ്റുള്ള പല കോൺഗ്രസ് നേതാക്കന്മാരെ പോലെ വെള്ളയും വെള്ളയിട്ട് ഡീസൻ്റ് ആയിട്ട് വന്ന് ഉസ്താദില്ലേ മറ്റേ സിനിമയിലെ ഉസ്താദിനെ പോലെ വന്ന് നിൽക്കുന്ന ഒരാളല്ല. സുധാകരൻ ആക്ട് ചെയ്യുന്ന ഒരാൾ. സുധാകരനാണ് പാർട്ടി അവിടെ ഷോൾഡറിലേറ്റുന്നത്. അപ്പോൾ സുധാകരൻ അതിൻ്റെതായിട്ടുള്ള ഒരു കൾട്ട പാർട്ടിയിലുണ്ട്, ആത്മവിശ്വാസമുണ്ട്. അദ്ദേഹത്തെ അവർ ഈ ലാസ്റ്റ് കൊടുത്തത് വൈകിയാണെങ്കിൽ ആ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റരുതായിരുന്നു എന്നൊരു പാർട്ടിയെ ഒതുങ്ങുന്നല്ലേ ഈ സതീശൻ്റേത്. സതീശൻ എത്ര ഭീകരമായിട്ടാണ് അദ്ദേഹത്തെ അപമാനിച്ചത്. എനിക്ക് സതീശൻ ഇഷ്ടമൊക്കെ തരണം, പക്ഷെ സതീശൻ്റെ ഈ ഒരു ഓന സുഖമാണ് ചില സമയത്ത്. അത്രയൊന്നും അഹങ്കരിക്കണ്ട. അദ്ദേഹത്തെ മാറ്റാതിരിക്കാമായിരുന്നു അവർക്ക്. കാരണം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നു, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലീഡർ മാറ്റി. അത് കത്തോലിക്ക സഭയ്ക്ക് അവർക്ക് പറ്റി വേണ്ട ഒരാളെ വേണം, അവരുടെ ഒരാളെ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, ഇവിടെ കത്തോലിക്ക സഭ മാത്രമേ ഉള്ളൂ, ഇവിടെ ഈഴവന്മാർക്കൊരു വിലയില്ലേ? ചുവന്മാർക്കൊരു വിലയില്ലേ? തീയന്മാർക്കൊരു വിലയില്ലേ? ആരോ വോട്ട് നിങ്ങൾക്ക് വേണ്ടേ? നിങ്ങൾ സഭേൻ്റെ വോട്ട് മാത്രം മതി. അതൊരു പോയിന്റാണ്. കാരണം ഈ കോൺഗ്രസിന് ഈഴവരുടെ വോട്ട് പിണറായി വിജയനോട് ഇങ്ങനെ ഒരു സമയം പോയി പറയില്ലല്ലോ. അതൊരു വാസ്തവമാണ്. ആ ഒരു ഇടപെടൽ അത് നടന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാരണം ഈ സമയത്ത് ഇപ്പൊ നിലവിൽ എന്നാണ് കേട്ടിട്ടുള്ളത്, ലോജിക്കലി എനിക്ക് തോന്നിയിട്ടുള്ളത് അത് തന്നെയാണ്. ഓക്കെ, നിലവിൽ കോൺഗ്രസിന് സുധാകരനെ പോലൊരു പ്രസിഡന്റിനെയാണ് വേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? പക്ഷെ അദ്ദേഹത്തിന്റെ അവസാന സ്റ്റേജിലൊക്കെ അദ്ദേഹം വളരെ കൈകാലം കെട്ടിയിട്ട അവസ്ഥയിലായിരുന്നു. ഒന്നും സത്യമാണ്, അദ്ദേഹം സപ്പോർട്ട് കിട്ടിയിരുന്നില്ല. അങ്ങനെ അവിടെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ ഈ മാറ്റുന്നതിനെ പറഞ്ഞ് അതിന് പകരം വന്ന ആളെ, പക്ഷെ അതിൽ ഇപ്പൊ മുരളീധരൻ വന്നാൽ നമ്മളൊന്നും പറയില്ല. അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ ഇവൻ ബൽറാം വന്നാലും നമ്മളൊന്നും പറയില്ല. ആര്? അതെ,
കുത്താല ബലറാം വന്നാലും ഒന്നും പറയില്ല. ഷാഫി വന്നാലും, കാരണം അവർക്കൊക്കെ ഒരു കൾട്ട് ഉണ്ട്. ഇദ്ദേഹം ഒരു പാവം മനുഷ്യനല്ലേ. സണ്ണിക്ക് അങ്ങനെ കേരളത്തിലെ പാർട്ടി വസ്തു കണ്ണൂർ കേന്ദ്രീകരിച്ച കേരള പാർട്ടി അങ്ങനെ കൊണ്ടുപോകാനുള്ള ഒരു ശേഷിയുള്ള ആളെങ്കിൽ പാവം മനുഷ്യനാണ്. ഓക്കെ. പക്ഷേ ഇതൊരുമാതിരി മോഹൻലാൽ ഒരു സിനിമ വേണ്ടാന്ന് പറഞ്ഞിട്ട് നായകനായിട്ട് സുരാജ് വെഞ്ഞാറും കൂടെ പരിഗണിക്കുന്ന അവസ്ഥയായി പോയി. അല്ല, ഇതിപ്പോ നോക്കുമ്പോ ഇപ്പോഴും സുധാകരൻ അനുയായികളുണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അണികളുണ്ടെന്ന് സുധാകരൻ അനുയായികളുണ്ട്. കേരളത്തിലെ- സുധാകരൻ മാത്രം ആടി നിൽക്കുന്ന ഒരുപാട് കോൺഗ്രസ്സുകാരുടെ ഇടയിൽ ഒരു കൾട്ട് ഉണ്ടാക്കാൻ പറ്റും, ഒരു മൂവ് ഉണ്ടാക്കാൻ പറ്റും. കാരണം BJP കിട്ടേണ്ട ഹിന്ദു വോട്ടുകൾ അതിന്റെ ത്രഷോൾഡിൽ നിൽക്കുകയാണ്. ഇനി ഒരു ഒഴുക്ക് ഉണ്ടായാലേ വരുള്ളൂ. ആ ഒഴുക്ക് സുധാകരനെ പോലുള്ള ആളുകൾക്ക് ഉണ്ടാക്കാൻ പറ്റും. സുധാകരൻ അങ്ങനെ ഒരു കൾട്ട് ഫീലുള്ള ഒരാളാണ്. അങ്ങനെ കേരളത്തിൽ കൾട്ട് ഫീലുള്ള ആളെങ്കിൽ സുധാകരനേ ഉള്ളൂ. ഇപ്പോൾ കോൺഗ്രസിലും കോൺഗ്രസിന്റെ കേരളത്തിലെ ശത്രുവര, ഡു യു തിങ്ക് ദാറ്റ് ഇസ് BJP? ഇറ്റ്സ് നോട്ട് BJP, ഇറ്റ്സ് നൺ അതർ ദൻ CPM. അതെ. എല്ലാ മേഖലയിലും SFI ആണെങ്കിലും DYFI ആണെങ്കിലും CIT ആണ്, എല്ലാ മേഖലകളും കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്ന, കോൺഗ്രസിനെ നശിപ്പിക്കുന്ന CPM ആണ്. CPMന് ആ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. പുറത്ത് പറയുന്നതൊക്കെ ഉള്ളൂ. BJP അല്ല കേരളത്തിലെ ശത്രു. ഇവർ BJPക്കെതിരെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. BJPക്കാരാണ് പല സമയത്തും വളരെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്, വോട്ട് മാറ്റി ചെയ്തിട്ട്. അവരാ പരിപാടി നിർത്തിയപ്പോഴാണ് ഇപ്പോൾ തുടർച്ചയായി പ്രതിപക്ഷത്ത് നിത്യനിദാന പ്രതിപക്ഷമായത്. അതൊരു യു അഡ്രസ് ദ റിയാലിറ്റി മാൻ. ആദ്യത്തെ ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ് മാടമ്പിമാർ ഇവരടിച്ചമർത്തി എന്നാണ് CPM ഒക്കെ പറയുന്നത്. എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെ, ചില സ്ഥലത്ത് കാണുന്നിട്ടുണ്ട്, സത്യമാണ്. അപ്പം അതിനെതിരെ ഫൈറ്റ് ചെയ്ത് വന്നാണ് CPM, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. അപ്പോൾ ഇവർക്ക് പിന്നെ അധികാരം കിട്ടിയപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇതേ സന്ദർഭം തിരിച്ചങ്ങോട്ട് ഉപയോഗിച്ചു. അടിയന്തരാവസ്ഥ കാലത്ത് SFIക്കാർ അടിച്ചമർത്തി എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് അങ്ങനെയാണ് അടിയന്തരാവസ്ഥ ശേഷമാണ് ക്യാമ്പസുകളിൽ SFI വരുന്നത്. ഇപ്പോൾ ഈ സുധാകരൻ പറയുന്നുണ്ടല്ലോ, അക്രമ രാഷ്ട്രീയം മറ്റേ മോശം. സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകളല്ലേ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നൊക്കെ KSUക്കാരെ അടിച്ചു ഓടിച്ചത്. കണ്ണൂർ എത്ര KSUക്കാരെ കൊന്നിട്ടുണ്ട്. KSUക്കാർ മിക്കവാറും അത്യാവശ്യം തിന്നാൻ കുടിക്കാനുള്ള കുടുംബത്തിൽ നിന്ന് വരുന്ന, അത്യാവശ്യം ചിന്തിക്കാൻ ശേഷിയുള്ള പയ്യന്മാരായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു തല്ലിൻ്റെ രാഷ്ട്രീയം അവർക്ക് താല്പര്യമില്ലാത്തതാണ്. ഇവരെന്ന് വെച്ചാൽ അതല്ല, തിന്നാൻ കുടിക്കാൻ ഗതിയില്ലാത്ത പയ്യന്മാരാണ് ഭൂരിപക്ഷം. അപ്പുറത്തൊരു അത്യാവശ്യം തടിമിടുക്കൊക്കെ ഉള്ള, തിന്നാനും കുടിക്കാനൊക്കെ ഉള്ള വീട്ടിൽ നിന്ന് അവർക്ക് അസൂയാണ്. അപ്പോൾ എങ്ങനെ ഇട്ടും തല്ലാണ്ട് വഴിയും നോക്കാം. അപ്പോൾ ഈ പാർട്ടിയുടെ സപ്പോർട്ടുണ്ട്. അങ്ങനല്ലേ തല്ലിയിട്ടല്ലേ ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ തല്ലിൻ്റെ ഈ ഭീതിയുടെ അന്തരീക്ഷം അല്ലെങ്കിൽ നമ്മുടെ ക്യാമ്പസുകൾ സ്വന്തമായി ഇലക്ഷൻ നടത്തിയ SFI പല സ്ഥലത്തും തോറ്റാൻ പോകും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തല്ലിൻ്റെ പേടി, ആ പേടി അതുണ്ടാക്കുന്ന ഒരു, ഗുജറാത്തിൽ ഒരു മോഡിനെ പറയുന്ന, ഗുജറാത്തിൽ എങ്ങനെ മോഡി ജയിച്ചുകൊണ്ടിരുന്നത്? ഗുജറാത്തിലൊരു അന്തരീക്ഷം അങ്ങനെയായിരുന്നു. അല്ല, K സുധാകരനെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതായിരിക്കും ഇപ്പോൾ നേതൃത്വം ചിന്തിക്കുന്നത്. എന്തൊക്കെ സാധ്യതകളാണുള്ളത്? കാരണം അദ്ദേഹത്തെ മത്സരിപ്പിച്ചാൽ ഓക്കെ, ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി, ശാഠ്യത്തിന് വഴങ്ങി മത്സരിക്കാൻ വിട്ടുവെന്ന് വിചാരിക്കാം. പക്ഷേ അതേ അപ്പുറത്ത് സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒട്ടേറെ MPമാരുണ്ട്. അപ്പോൾ അവരെയും കൂടി പരിഗണിക്കേണ്ടി വരും എന്നുള്ളൊരു തലവേദന ഹൈക്കമാൻഡിന് മുന്നിൽ വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇത് ഒന്നായാലും ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാനുള്ള ശേഷി ഹൈക്കമാൻഡിനില്ല. ഹൈക്കമാൻഡ് ഈസ് ലോ കമാൻഡിനാവും. ഇന്ന് ഈ ഹൈക്കമാൻഡ് സാധനം നല്ല കോൺഗ്രസിനെ കൊണ്ടുനടക്കുന്നത്. BJP ഫോഴ്സസ് ആണ്. BJP ഫോഴ്സസ്. BJP വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ താല്പര്യങ്ങൾ ഹനിക്കപ്പെടുന്നതെന്ന് ജമാഅത്ത് ഇസ്ലാമി, ഇവാഞ്ചലിസ്റ്റുകൾ, ഇവരുടെ ഒരു ലോബിയാണ് ഇതിനെ കൊണ്ടു നടക്കുന്നത്. പിന്നെ കുറച്ച് ഈ പറയുന്നതിനെ മാതിരി രാഷ്ട്രീയ വിഷാദേഹികളായ ഹിന്ദുക്കളും കോൺഗ്രസിലുള്ളൂ. എന്തിന് കോൺഗ്രസിന് വോട്ട് ചെയ്യണം? അല്ല, നേരത്തെ ഇടയ്ക്ക് പറഞ്ഞൊരു പോയിന്റിലേക്ക്, ഇതിനൊരു ഇവാഞ്ചലിസ്റ്റ് രാഷ്ട്രമാക്കാനാണ്, അല്ലെങ്കിൽ കട്ടിങ് സൗത്തിനെ വെട്ടിമാറ്റാണ്. ഓക്കെ. അല്ലെങ്കിൽ കേരളത്തിൽ ചില ഇന്ത്യയിൽ ചില മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനങ്ങളും ഭാവിയിൽ രാജ്യങ്ങളുമാക്കി മാറ്റാനോ? വൈ ഷുഡ് ഐ വോട്ട് ഫോർ കോൺഗ്രസ്? അല്ല, കുറച്ച് മുമ്പ് ഫക്രുദ്ദീൻ പറഞ്ഞൊരു പോയിന്റിലേക്ക്, ഈഴവ സമുദായത്തിൽ നിന്ന് എത്ര പേർ മത്സരിക്കുന്നു എന്നുള്ള ഒരു കാര്യവും പ്രസക്തമാണെന്ന് തോന്നുന്നു. നമ്മൾ മുൻപ് സംസാരിച്ചിട്ടുണ്ട്, ഇന്നും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ വീണ്ടും ശ്രദ്ധ ക്ഷണിക്കുകയാണ്. K സുധാകരനെ മാറ്റി നിർത്തുമ്പോൾ ആ ഒരു വികാരം കൂടി വ്രണപ്പെടുകയാണ് എന്ന ഒരു ചർച്ച. ഇത്തവണ ബാബു ബാബു ആയിരുന്നു SNDPന്റെയും പാർട്ടിന്റെയും കോൺഗ്രസിന്റെ ഇടയിലുള്ള ഒരു ലിങ്ക്. ബാബു തവണ മത്സരിക്കുന്നില്ല. അതെ. അപ്പം പിന്നെ ഉള്ളത് സുധാകരനാണ്. സുധാകരൻ ഈഴവനല്ല, തീയനാണ്. സുധാകരനാണ് ഉള്ളത്. ഇതിപ്പോൾ ഈഴവൻ്റെതാന്ന് നിങ്ങൾക്ക് ഒരുപാട് ആളുകൾ ഉയർത്തി കാണിക്കാൻ പറ്റും. പക്ഷെ അത് കൊള്ളാവുന്ന ഒരുത്തനാവണ്ടേ? അതല്ലേ കാര്യം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ബാബു കൊള്ളാമായിരുന്നു, ഇദ്ദേഹം കൊള്ളാം. അങ്ങനെ ആളില്ല. പകരം നിങ്ങൾക്ക് വേറെ ഏതൊരുത്തനെ കൊണ്ടുവരാം, അത്രേ ഉള്ളൂ.
അല്ല, ഇതിപ്പോൾ മറ്റൊരു സംഭവം, ഈ ഘടകകക്ഷികളും അവർക്കൊരു തലവേദനയാകുന്നു എന്നൊരു തോന്നലുണ്ട്. പലപ്പോഴും ആ, ഘടകകക്ഷികൾക്ക് കൊടുക്കുന്ന സീറ്റിൽ മത്സരിക്കുന്നവർ അപ്രസക്തരാണ്. അല്ല, അതുകൊണ്ട് തന്നെ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നത്? അവനവൻ ശക്തനല്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ്. പാർട്ടി എന്നുള്ള സംവിധാനം ഉണ്ടാവണം. ഉം, അതില്ലാതെ ഇലക്ഷൻ സമയത്ത് കുറച്ച് മാധ്യമപ്രവർത്തകരെയും കൂട്ടിപ്പിടിച്ച് കുറച്ച് ഈ പറയുന്നതിനാതിരി ഫ്രിഞ്ച് ഗ്രൂപ്പുകളെ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ നിന്ന് കൂട്ടുപിടിച്ച് പിന്നെ മുമ്പാണ് ബി ജെ പിക്കാട് കുറച്ച് വോട്ടും മേടിച്ചിട്ട് ഇടതുപക്ഷ വിരുദ്ധത മുമ്പ് ജയിച്ചു വരിക എന്നുള്ളതായിരുന്നു ലൈൻ. ഒരു പാർട്ടി ശ്രദ്ധിച്ചില്ല, സമുദായ നേതാക്കന്മാരെ ശ്രദ്ധിച്ചു. അച്ഛൻ പറഞ്ഞാൽ വോട്ടിട്ടു. അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ അച്ഛന്മാർ പിണറായി വിജയനോട് പറഞ്ഞിട്ട് ഇന്നാളെ മന്ത്രിയാക്കണമെന്ന് അറിയാത്തത്, ഇന്നാളെ പാർട്ടി സെക്രട്ടറി ആക്കണമെന്ന് പറയുന്നത് അറിയാത്തത്? എന്തുകൊണ്ടാണ് ഇന്നാളെ പാർട്ടി സെക്രട്ടറി ആക്കണമെന്ന് വെള്ളാപ്പള്ളി പറയാത്തത് പിണറായി വിജയനോട്? പറയില്ലല്ലോ. ഉം. അപ്പോൾ എന്തുകൊണ്ടാണ്? അവർക്കൊരു പാർട്ടി സംവിധാനം ഉണ്ട്. അവർക്ക് ഇവരാരെ ആവശ്യമില്ല. ഇവർക്ക് ആപ്പാടെ ചില സീറ്റുകൾ ജയിക്കാൻ അവരെ സപ്പോർട്ട് വേണം. അത് ചിലപ്പം ഒരു പക്ഷേ സഭയൊക്കെ പറയുന്ന അവരുടെ സ്വാധീനം കൂടിയുള്ള ആളുകൾ ചിലപ്പോൾ സ്ഥാനാർത്ഥിയാക്കി തരും. പക്ഷെ പാർട്ടിയുടെ കീ പോസ്റ്റിലേക്ക് CPM ഒരു കാരണവശാലും ഈ പറയുന്ന സമുദായ നേതാക്കൾ പറയുന്ന ആളുകൾ കയറ്റിവിടില്ല. ഓക്കെ. അല്ല, ഇനിയിപ്പോൾ നമ്മൾ കെ സുധാകരൻ്റെ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിൽ ഉറച്ചു നിന്നാൽ, പാർട്ടി അംഗീകരിക്കുകയും ചെയ്യാതിരുന്നാൽ അദ്ദേഹം പുറത്തേക്ക് പോകുക എന്ന ഒരു സ്റ്റെപ്പിലേക്ക് പോകുക, അത്രയും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു സ്റ്റെപ്പിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ കെ സുധാകരൻ? ബി ജെ പി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെയിറ്റ് ചെയ്യണം. പണ്ട് ഈ സ്മാർട്ട് വിചാരം നടത്തിയിട്ട് നമ്പൂരി സ്ത്രീകളെ പുറത്തു തള്ളുമ്പോൾ അവരെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് അന്യ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഉം. ആ മനയ്ക്ക് ചുറ്റും നടക്കുകയായിരുന്നു. അതിൽ ബി ജെ പി ഇപ്പോൾ ഈ മനയ്ക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പുറത്തുനിന്ന് ബി ജെ പി ആളും അമ്പാദിയുമായിട്ട് പോയിട്ട് സ്വീകരിക്കും, ഉറപ്പാണ്. അതിനുള്ള സാധ്യത എത്രത്തോളം കാണുന്നു എന്നുള്ളതാണ്. സാധ്യത സുധാകരനല്ലേ ആള്. കരുണാകരൻ അപമാനിച്ച പോലെ. അല്ലാതെ അവസാനം സോണിയാഗാന്ധിനെ പോയിട്ട് കാണാൻ പോയിട്ട് ഒരു അപ്പോയിൻമെന്റ് പോലും നടത്താൻ കിട്ടിയിട്ടില്ല. ഈ കേരളത്തിൽ ഈ കോൺഗ്രസ് ഇല്ലാതാകാൻ പോയ 2 ഘട്ടത്തിൽ തിരിച്ചു കൊണ്ടുവന്ന ആളാണ് ഈ കരുണാകരൻ. അതാണ് അയാളെ ലീഡർ എന്ന് വിളിക്കുന്നത്. ഇവരെ ബാക്കി ഇവിടെയുള്ള കൊഞ്ഞാണന്മാരെ പോലെ ഒന്നല്ല. ഇതിൽ ആ പഴയ 9 MLA-മാരായി ചുരുങ്ങി, കേരള കോൺഗ്രസ് ഉണ്ടായിപ്പോയി 7 MLA-മാരായി ചുരുങ്ങിയ സമയത്ത് അന്ന് പ്രതിപക്ഷ നേതാവായിട്ട് വന്ന ലീഡർ പിന്നെ എങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവന്ന ഈ പാർട്ടി. പിന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള ആദർശ ധീരന്മാരൊക്കെ അന്ന് വെറുതെ ആദർശം പറഞ്ഞ് മനോരമൻ്റെ ഓഫീസിൽ ഇരിക്കുമെന്നല്ലാതെ പാർട്ടി ഒന്നും കൊല വിളിച്ചും പാർട്ടി ഉണ്ടാക്കിയ കരുണാകരനാണ്. ആ കേസിലൊക്കെ അദ്ദേഹം രക്ഷപ്പെട്ടു പോയി. രാഷ്ട്രീയത്തിലൊക്കെ സ്വാഭാവികമാണ്. ആ കരുണാകരനാണ്. ആ കരുണാകരനെ ഈ മദാമ അതുകൊണ്ടാണ് വന്ന് അങ്ങനെ വിളിച്ചത് മുരളീധരൻ. അവസാന കാലത്ത് പോകാൻ വേണ്ടി ഒരു അരിമുണ്ണിത്തൻ എന്നാണ് പറഞ്ഞത്. ഉണ്ണിത്താൻ ചേട്ടൻ എന്ത് കൊടുത്തു? ദർശനം കൊടുത്തു. കരുണാകരന് ദർശനം കൊടുത്തില്ല. അപ്പോൾ അങ്ങനെ കരുണാകരനോട് കാണിക്കുക. അന്ന് കോൺഗ്രസ് അന്ന് സ്ട്രോങ് ആയിരുന്നു. കരുണാകരൻ പലത് കൊണ്ട് അന്ന് വീക്കം ചെയ്യപ്പെട്ടു. അതിന് പോയി പുതിയ പാർട്ടിൻ്റെ തിരിച്ചു വന്നതാണ്. അതുകൊണ്ട് ലീഡർക്ക് അത് സഹിക്കേണ്ടി വന്നു. പക്ഷെ അങ്ങനെ സഹിച്ചു നിൽക്കേണ്ട ഒരു ആവശ്യം സുധാകരനില്ല. ഓക്കെ. എങ്കിലും ഇത്രയും നാൾ ഉറച്ചു നിന്നൊരു പാർട്ടി, അപ്പോൾ അദ്ദേഹം പുറത്തേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും ഇതെല്ലാം ഒരു സോഷ്യൽ കോൺട്രാക്റ്റ് ആണ്. ഓസ പറഞ്ഞ പോലെ ഈ പാർട്ടി ഇങ്ങനെ ആയതുകൊണ്ടാണ് നിങ്ങൾ ആ പാർട്ടിയിൽ നിൽക്കുന്നത്. ആ പാർട്ടി അങ്ങനെ അല്ല എന്ന് നിങ്ങൾ ഉപയോഗിക്കണം. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം സുധാകരൻ്റെ വില എന്തായിരിക്കും? സുധാകരൻ്റെ പട്ടിയുടെ വില പോലും ഉണ്ടാവില്ല. ഇപ്പോൾ ഈ കലാപക്കൊടി ഉയർത്തിയുണ്ട്. അപ്പോൾ ഈ സമയമാണ് സുധാകരൻ സമയം നിർണായകം. എന്തെങ്കിലും സീറ്റ് മേടിച്ചിട്ട് അവിടെ മത്സരിച്ച് ജയിച്ചു വരുമ്പോൾ സുധാകരൻ പിന്നെ കളട്ടുണ്ടാവും. അല്ലാതെ ഇപ്പം ഇങ്ങനെ ഒരു കലാപക്കൊടി ഉയർത്തി കഴിഞ്ഞാൽ സുധാകരൻ UDF ജയിച്ചു കഴിഞ്ഞാൽ സുധാകരൻ ഒരു വിലയുണ്ടാവില്ല. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ്. അപ്പം വീരേന്ദ്രകുമാർ അവസ്ഥയായി പോകും. വീരേന്ദ്രകുമാർ 2014 ഇലക്ഷൻ്റെ മുമ്പ് LDF പോയിരുന്നെങ്കിൽ വീരേന്ദ്രകുമാർ അന്ന് ശക്തമായ സഖ്യകക്ഷിയാവുകയായിരുന്നു. അന്ന് പോയില്ല. UDF ഇലക്ഷൻ തോറ്റതിന് ശേഷമാണ് മൂപ്പര് പോയത്. പിണറായി ഒരാളെ പോലും മന്ത്രിയാക്കിയിട്ടില്ല. നിങ്ങൾ ഏത് സമയത്ത് പോകുന്നു, രാഷ്ട്രീയത്തിൽ കിറ്റ് ചെയ്യുന്ന സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ പിന്നെ മനസാക്ഷി നോക്കി. സുധാകരൻ എന്തുകൊണ്ടാണ്? സുധാകരൻ അറിയാതെ ഇപ്പോൾ CPM നേതാക്കന്മാർ പിണറായി വരെ വിളിച്ചു എന്നാണ് ഇവിടെ റിപ്പോർട്ടുണ്ട്. അതായത് ബേബി വിളിച്ചു. അതൊക്കെ കേട്ട് അയാൾ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഒരു വില ഉണ്ടാവില്ല. VS നമ്മൾ കണ്ടതല്ലേ. ഇലക്ഷൻ സമയത്ത് VS ആയിരുന്നു തരംഗം. ഇലക്ഷൻ കഴിഞ്ഞ ശേഷം VS വല്ല വില ഉണ്ടായോ? അവസാനം ഏതൊരു കമ്മീഷൻ്റെ ചെയർമാനായിരിക്കേണ്ടി വന്നു. രാഷ്ട്രീയത്തിൽ നിങ്ങൾ എപ്പോൾ കിറ്റ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ല, കെ സുധാകരൻ ഇനിയിപ്പോൾ BJP-യിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അത് കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും സുപ്രധാനമായ സംഭവങ്ങളിൽ ഒന്നായി നമുക്ക് സൂചിപ്പിക്കാൻ സാധിക്കുമല്ലോ, അല്ലേ? BJPയുടെ കോൺഫിഡൻസ് കൂടും. BJP ക്രൊയേഷ്യയായി ഇലക്ഷനിൽ പങ്കെടുക്കും. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഈ ക്രൊയേഷ്യ ആരും ശ്രദ്ധിക്കാത്ത നാഷനായിരുന്നു. ക്രൊയേഷ്യ ആദ്യം പിന്നെ കയറി വന്നു അവർ.
ആദ്യ അവർ പങ്കെടുത്ത പല രാജ്യങ്ങൾക്ക് യൂഗോസ്ലാവിയ എന്നാണല്ലോ ക്രൊയേഷ്യ ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യമായി മത്സരിച്ച വേൾഡ് കപ്പ് തന്നെ ഒരു ക്വാർട്ടറിലോ സെമിയിലോ എത്തി. അതേ കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ ക്രൊയേഷ്യനെ എഴുതി തള്ളാൻ പറ്റിയില്ല. അവന് ഫൈനലിലോ സെമിയിലെത്തി. അപ്പോൾ അതുപോലെ ക്രൊയേഷ്യ ആയിട്ട് വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുമെന്നാണ് അതിന്റെ അർത്ഥം. മലബാറിലൊക്കെ മേഖല ചില സീറ്റുകളിൽ കൂത്തുകൊമ്പ് BJP എത്താൻ സ്വാധീനമുള്ള സീറ്റാണ്. ഓക്കെ. തലശ്ശേരി അവിടെയൊക്കെ മറ്റേ ഇപ്പൊ ചില മുസ്ലിംസിനും കൂടെ കിട്ടും BJPക്ക്. അങ്ങനെയുണ്ട്. ചില മുസ്ലിം പയ്യന്മാർ ഭയങ്കര ഫാനാണ് ഇങ്ങനെ. സുധാകരേട്ടൻ അവരുടെ എല്ലാം സുധാകരേട്ടനാണ് അല്ലേ? അപ്പൊ ആ മലബാർ മേഖലയിൽ സുധാകരേട്ടന് വലിയ വെയിറ്റ് ഉണ്ട്. സുധാകരൻ വെയിറ്റ് ഉണ്ട്. മലബാർ മാത്രമല്ല, പിന്നെ സുധാകരന്റെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ എവിടെയാണെങ്കിൽ സുധാകരന് ബന്ധം ഉണ്ടെങ്കിൽ കാര്യം പറഞ്ഞാൽ സുധാകരൻ നടത്തി കൊടുക്കാൻ വേണ്ടി സുധാകരൻ നടത്തിക്കൊടുക്കും. അതിനെന്ത് വേണം സുധാകരൻ ചെയ്യും. ഓക്കെ. അങ്ങനെ ഒരു വിൽപ്പാവുള്ള ഒരേ ഒരു കോൺഗ്രസ് സുധാകരനേ ഉള്ളൂ. എന്തും ചെയ്യും. അതാണ്. അല്ല, ഈ പ്രസ്താവനയും നടത്തി നിൽക്കുക മാത്രമായിരിക്കില്ല. അങ്ങനെയാണ് അത് ഓരോരുത്തർ നാച്ചുറാണ്. അദ്ദേഹം ആക്ട് ചെയ്യും. ഇപ്പം ഇതിപ്പം പലപ്പോഴും ഞാൻ മലബാറിലെ ഒരു കോൺഗ്രസ് കുടുംബത്തിൽ വന്ന ഒരാളാണ്. എൻ്റെ സുധാകരൻ്റെ ഒക്കെ ആറ്റിറ്റ്യൂഡ് ഏതാണ്ട് ഒരേപോലെയാണ്. തല്ലി വെട്ട് നമ്മളെ കൂടെയുള്ള ആളുകളെ സംരക്ഷിക്കുക, നമ്മളെ ആളുകളെ കളിക്കാൻ വന്നാൽ വിടരുത്. ഞാൻ പിന്നെ പൊളിറ്റിക്സ് അല്ലാത്തതുകൊണ്ട് മാറിയിരിക്കുന്നു. ഞാൻ എപ്പോഴെങ്കിലും പൊളിറ്റിക്സ് മോഹൻ കാണുന്ന സമയത്തൊക്കെ നിങ്ങൾ TV വിയിലൊക്കെ കണ്ടിട്ടുണ്ട്. എൻ്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പം അങ്ങനെയല്ലേ, ഞാൻ ഫീൽഡിലില്ല, അതുകൊണ്ട് പോകാം. അപ്പം ഇങ്ങനെ ആളാണ് ഈ സുധാകരൻ. ഓക്കെ. സോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾ അങ്ങനെ പോകാൻ സാധ്യതയുണ്ട് എന്ന ഒരു തോന്നൽ ഉണ്ടായാൽ എന്ത് വിട്ടുവീഴ്ചയ്ക്കും പാർട്ടി തയ്യാറാകുമോ എന്ന ഒരു ചോദ്യം കൂടി ഉണ്ട്. അത് പറയാൻ പറ്റില്ല. ഇപ്പം കൈവിട്ട കളി കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് സതീശൻ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന LDF വിരുദ്ധത, മോഡി പേടി, ഇതിന്റെ പുറത്ത് ഞങ്ങൾ ഇന്ന് കണ്ട ഞാൻ 120 സീറ്റൊക്കെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അങ്ങനെ ഓവർ കോൺഫിഡൻസിന്റെ പുറത്താണെങ്കിൽ സുധാകരൻ അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിക്കും. ഓക്കെ. അപ്പൊ സുധാകരന്റെ അഭിപ്രായം കാണിച്ച സുധാകരൻ ചിലപ്പോൾ കർണാകരന്റെ അവസ്ഥയായി പോകും എന്ന് സുധാകരനെ പേടിപ്പിക്കുകയും ചെയ്യും. പക്ഷെ സുധാകരൻ അത് കണ്ട് പേടിക്കുന്ന ആളല്ല. സുധാകരൻ എത്തേണ്ട അടുത്തേക്ക് സുധാകരൻ എത്തി. ഇനിയുള്ള ഒരു മുഖ്യമന്ത്രി സ്ഥാനമാണ്. അതിപ്പം കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇത് നിർണായകമാണ്. ഈ ഇലക്ഷനിൽ കോൺഗ്രസ് തോറ്റാൽ പിന്നെ കോൺഗ്രസ് ഇല്ലല്ലോ. അപ്പൊ കോൺഗ്രസിന് ഓരോ സീറ്റും നിർണായകമാണ്. അപ്പൊ കണ്ണൂര് വടക്കൻ മലബാറിലെങ്കിൽ നല്ല കുറെ സീറ്റുകളിൽ കോൺഗ്രസ് കിട്ടാൻ സാധ്യതയുള്ള സീറ്റുകളിൽ സ്വാധീനം ചെലുത്താൻ ശേഷിയുള്ള നേതാവാണ്. ഇപ്പോൾ ചിലപ്പോൾ VD സതീശൻ ചിന്തിക്കുന്നുണ്ടായിരിക്കുമോ, അന്ന് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും K സുധാകരനെ മാറ്റേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ ഈ മുതിർന്ന നേതാക്കളൊക്കെ അതായത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ചിന്തിക്കില്ല. കാരണം സതീശനും പിണറായിയും ഒക്കെ ഒരേ ടൈപ്പ് നേതാക്കന്മാരാണ്. അവർ 20-30 വർഷത്തേക്കുള്ള ഇപ്പോഴേ പ്ലാൻ ചെയ്തു. 20 വർഷം കഴിഞ്ഞ് മുഖ്യമന്ത്രി ആവേണ്ട സമയത്ത് ഇടേണ്ട ചെരുപ്പ് വരെ എപ്പം നോക്കിയോ. പക്ഷെ അദ്ദേഹത്തിന്റെ ചില പ്ലാനിങ്സ് ഒക്കെ തെറ്റിപ്പോകുന്നു. പിണറായിയുടെ അത്ര കണിശത പുലർത്താൻ സാധിക്കുന്നില്ല എന്നൊക്കെ ചിലർ പറയുന്നു. പാർട്ടിയില്ല. പിണറായിന്റെ കയ്യിലാണ്. ടോട്ടലായിട്ട് പാർട്ടി അദ്ദേഹത്തിന്റെ കയ്യിലല്ലേ. അതതില്ല. അതൊരു വിഷയമായി. പിണറായി തോൽക്കുന്നല്ല, പിണറായി സ്വയം തോറ്റു കൊടുക്കുന്നതാണ് ജയിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നോക്കിയാൽ മതി. നിങ്ങൾ അങ്ങനെ ഒരു ഗ്രാഫ് എടുത്ത് അങ്ങനെ എങ്ങനെ അറിഞ്ഞൂടായിട്ടാണ്. ഞാൻ അങ്ങനെ നന്നായി പഠിച്ചിട്ടുണ്ട്. അയാൾ ഇലക്ഷൻസ് വരെ തോറ്റു കൊടുത്തിട്ടുണ്ട്. കാരണം എതിരാളികൾ ആത്മവിശ്വാസം കൂടട്ടെ എന്ന് വിചാരിച്ചിട്ട്, നമ്മളാളുകൾക്ക് കുറച്ച് പേടി വരട്ടെ എന്ന് വിചാരിച്ചു. എങ്കിലല്ലേ ചത്തു പണിയെടുക്കുള്ളൂ. അതൊക്കെ മുമ്പ് ചെയ്യും. തെരഞ്ഞെടുപ്പിൽ അത് നടന്നു എന്നാണോ പറയുന്നത്? അതും പറയാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ അതിപ്പോ ഒപ്പിച്ചു ഓരോ കാര്യം പറഞ്ഞില്ല. 2019 ലോക്സഭാ ഇലക്ഷൻ ശബരിമല വിഷയമാണ് തോൽപ്പിച്ചത്. മൂപ്പര് കറന്നുകൂടായിട്ടാണോ? പിന്നെ അരുവിക്കര എങ്ങനെ തോറ്റത്? അരുവിക്കര അന്ന് ഇന്ന് കളിച്ചൊരു തന്ത്രം കളിച്ച് നാടക കമ്മ്യൂണിറ്റിയൊക്കെ കൂടെ നിർത്തി അവർക്ക് മറ്റേ അഷുറൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ കോവിഡ് ഒരു സരിതാ കാലഘട്ടത്തിൽ ജയിക്കേണ്ടതാണ്. ജയിച്ചില്ലല്ലോ. ജയിച്ചപ്പോൾ ഉമ്മൻചാണ്ടി സാറിന് അഹങ്കാരം കൂടി, കോൺഗ്രസ്സുകാർക്ക് അഹങ്കാരം കൂടി, ജനങ്ങളെ വെറുപ്പിച്ചു. CPM-മാർക്ക് പേടിയും തുടങ്ങി, ശത്ത് പണിയെടുത്തു. മുസ്ലിംസിന് പേടിയായി. CPM അധികാരത്തിൽ വന്നില്ലെങ്കിൽ അടുത്ത് BJPക്ക് അത് വരിക. മുസ്ലിംസിന് കട്ടയ്ക്ക് കൂടുന്നു. നിങ്ങൾക്ക് പിണറായിനെ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അല്ല, നമ്മൾ K സുധാകരൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് എന്ന് പറഞ്ഞു വെച്ചു. K സുധാകരൻ G സുധാകരൻ അല്ല. K സുധാകരൻ ഒറിജിനൽ വെയിറ്റ് ഉണ്ട്. G സുധാകരൻ അങ്ങനെയല്ലെന്നാണോ പറയുന്നത്? G സുധാകരൻ നിങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത വെയിറ്റേ ഉള്ളൂ. K സുധാകരൻ വെയിറ്റ് അങ്ങനെ പറയരുത്. അതേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞ ഒരാളെ നമ്മൾ തരം താഴ്ത്തല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ ഒരു ബക്കറ്റിലെ വെള്ളം പോലെ ആ സിസ്റ്റത്തിന്റെ ഭാഗമായതുകൊണ്ടാണ് അദ്ദേഹം ആളായത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെ സ്വന്തം നിലയ്ക്ക് വെയിറ്റുള്ള രണ്ടാളുകളെ ഇപ്പം ഞാൻ കാണുന്നുള്ളൂ. ഒന്ന് പിണറായി വിജയനാണ്, ഒന്ന് P ജയരാജനാണ്. ഇപ്പോൾ നിലവിൽ P ജയരാജൻ അദ്ദേഹത്തിന് ഈ രീതിയിൽ അവഗണിച്ചിട്ട് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ലല്ലോ. അതാണ് ഒരു കമ്മ്യൂണിസ്റ്റ്. മനസ്സിലായോ?
പക്ഷേ ഞാനൊന്ന് ചോദിച്ചോട്ടെ, പി ജയരാജനെ ഇത്രയും അവഗണിച്ചില്ലായിരുന്നു എങ്കിൽ, അദ്ദേഹം ഇരിക്കേണ്ട സ്ഥാനത്ത് ഇരുത്തിയിരുന്നു എങ്കിൽ സി പി എമ്മിന് ഈ ഗതി വരില്ലായിരുന്നല്ലോ. എന്ത് ഗതി? ഇത്രയും ഇന്ന് നേരിടുന്ന ആ ഒരു ചലഞ്ചിനെ നേരിടുന്നു, ആ ശക്തരായ എതിരാളികളെ നേരിടുന്നു എന്ന ഒരു 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 പ്രതീതി ഇപ്പോഴുണ്ട്. അതുപോലെ തന്നെ പാർട്ടിക്ക് പലപ്പോഴും വീഴ്ച സംഭവിച്ചു എന്ന് പലരും വിലയിരുത്തുകയുണ്ടായി. അത്തരത്തിലുള്ള വീഴ്ചകളിലേക്ക് പോകില്ലായിരുന്നല്ലോ അല്ല, എന്നുള്ളതാണ് എൻ്റെ അങ്ങനെയൊന്നും ചോദ്യം. പറയാൻ പറ്റില്ല. ജയരാജേട്ടൻ അദ്ദേഹത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ടായി. ജയരാജേട്ടനാണ് കണ്ണൂർ രാഷ്ട്രീയ മായിട്ടുള്ള പിന്നെ എന്താണ് അക്രമങ്ങളൊക്കെ കാരണമെന്നും അദ്ദേഹം പാർട്ടിയിൽ സജീവമായിരിക്കുന്ന സമയത്തോളം അത് നിർത്താൻ പറ്റില്ല എന്നൊക്കെ ഇവിടെ ആളുകൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഇപ്പൊ കണ്ണൂർ ശാന്തമാണ്. പിണറായിന്റെ ഏറ്റവും വലിയൊരു വിജയം കണ്ണൂർ ശാന്തമാണെന്നുള്ളത്. അപ്പം അതിനോടത്ത് വലിയാണ് പി ജയരാജേട്ടൻ. അത് ജയരാജേട്ടനും അറിയാം. അതാണ് ജയരാജേട്ടൻ ഉണ്ടായിരിക്കും. അല്ലാതെ വഴിമുടക്കികളെ ഒതുക്കിയതല്ല. പലപ്പോഴും ജയരാജേട്ടൻ ആർക്കാ വഴിമുടക്കി? ജയരാജേട്ടൻ അങ്ങനെ ആർക്കും വഴിമുടക്കി? ജയരാജേട്ടൻ പാർട്ടി സംവിധാനത്തെ പണ്ടത്തെ രീതിയിൽ കൊണ്ടുപോകുന്നതാണ്. പണ്ടത്തെ രീതിയിൽ ഇനി അധികം ഈ പാർട്ടി സംവിധാനം കൊണ്ടുപോകാൻ പറ്റില്ല. ജയരാജേട്ടനും പിണറായി തമ്മിൽ മത്സരമില്ലല്ലോ. രണ്ട് ജനറേഷൻപ്പെട്ട ആളാണ്. പിന്നീട് ജയരാജേട്ടനും നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിയാസാണ്. റിയാസും തമ്മിലും മത്സരമില്ല. കാരണം അവരും തമ്മിൽ വലിയ ജനറേഷൻ ഗ്യാപ്പുണ്ട്. ഒരു മത്സരത്തിന്റെ പ്രശ്നം വരുന്നില്ല അതിൽ. പിന്നെ ചിലർക്ക് അദ്ദേഹത്തിന്റെ ജനപ്രീതിയിൽ അസൂയ ഉണ്ടായിരുന്നു പാർട്ടിയുടെ നേതാക്കന്മാർ. അതിൽ പിണറായി വിജയനോ റിയാസൊന്നും അതിൽ പെടുന്ന ആളുകളല്ല. ഉറപ്പാണോ? വേറെ ചിലർക്കുണ്ടായിരുന്നു. സത്യമാണ്. അല്ല, എനിക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അതാണ് ഞാൻ അല്ല, തുറന്നു തന്നെ പറയാം. അത് നിങ്ങൾ ചില രാഷ്ട്രീയ നിരീക്ഷകന്മാരൊക്കെ കാര്യം അറിയാതെ കാടടിച്ച് വെടിയേക്കുന്ന കണ്ടിട്ട് പറയുന്നതാണ്. അതല്ല അതിന്റെ സംഭവം. പിണറായി വിജയന് നിങ്ങളിത് ജയരാജേട്ടൻ അറിയുന്ന ഒരാൾ എന്ന രീതിയിൽ തന്നെ എടുത്തോ. പിണറായി വിജയനും പി ജയരാജനും തമ്മിൽ പ്രോബ്ലം ഒന്നുമില്ല. ഓക്കെ. അല്ല, എൻ്റെ മനസ്സിലേക്ക് വന്ന കാര്യം ഞാൻ പറയാം. അതായത് പി ജയരാജൻ പാർട്ടിയിൽ കരുത്തനായി വരുന്നു, കണ്ണൂർ പാർട്ടിയിൽ പിടിമുറുക്കുന്നു, അതിനുശേഷം അദ്ദേഹത്തെ ഒതുക്കുവാൻ വേണ്ടി മത്സരിപ്പിച്ച് തോൽപ്പിക്കുന്നു, പിന്നീട് തിരികെ കണ്ണൂരിന്റെ പാർട്ടി തലപ്പത്തേക്ക് അദ്ദേഹത്തെ കാണാതെ പോകുന്ന വേറൊരു കാര്യമുണ്ട്. അതിനിടയിലാണ് കണ്ണൂർ RSSും CPM തമ്മിൽ ഈ സമാധാന സന്ധി വരുന്നത്. ഓക്കെ. ഈ സമാധാന സന്ധി വന്ന സമയത്ത് അവിടെ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ജയരാജനാണ് ഹെൽം ഓഫ് അഫേഴ്സ് എങ്കിൽ കാര്യങ്ങൾ നടക്കില്ല എന്നാണ്. കാരണം ജയരാജേട്ടൻ ഒരുത്തൻ ചോര ഒലിപ്പിച്ച് വന്നാൽ അന്നവൻ തിരിച്ചടിക്കും. അത് ഈ ഭരചന്ദ്രനെ പോലെയാണ്. അതിൽ മാറ്റമൊന്നുമില്ല. അപ്പോൾ കണ്ണൂർ അത് ഇടയ്ക്ക് സംഭവിച്ചാണ്. ഇവിടെ ഒരു തലശ്ശേരി ഒരു കാവിൽ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് CPM പോയി ഗ്ലാസിൻ്റെ അകത്ത് വെച്ച് അടിയായി. അപ്പോൾ ഞാൻ കേട്ടത്, ഞാൻ ഡിസ്കഷന് കയറുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ അവിടെയുള്ള RSSന്റെ പ്രധാനപ്പെട്ട ആളെ എൻ്റെ സുഹൃത്തിനെ വിളിച്ചു. അദ്ദേഹം നാടിന് ഗുണകരമായ കാര്യങ്ങൾ എന്നോട് പറയാറുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ അതെന്താ പ്രശ്നം? അവന് തമ്മിലുള്ള പ്രശ്നമാണ്. അന്നപ്പോൾ തന്നെ എന്നെ വിളിച്ചിരുന്നു. എന്നെ വിളിച്ചാവുന്നത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് എന്ന് പറഞ്ഞു. CPM അങ്ങനെയുള്ള പ്രശ്നം അതല്ല. അതൊരു പക്ഷേ ഈ ഒരു പരസ്പര ബന്ധം RSS CPM അവിടെ ഉണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ അത് കണ്ണൂർ 4 ആളെ തല ഉണ്ടാവില്ലേ മിനിമം ഇരട്ട സംഭവം. അപ്പോൾ അതാണ് സംഭവം. അവിടെ കണ്ണൂർ സമാധാനം വന്നു എന്നുള്ളത്. അപ്പോൾ ജയരാജനെ പറ്റി ഇങ്ങനെ ഒരു മുൻവിധി വന്നു എന്നുള്ളതാണ്. അതിൽ പിണറായി നിസ്സഹായനാണ്. പിണറായിക്ക് അറിയാം. കാരണം ജയരാജേട്ടനാവുന്നതിന് മുമ്പ് പഴയ ജയരാജൻ പിണറായി ആയിരുന്നു. പക്ഷേ ഇപ്പം അവിടെ സമാധാനം വേണം. അപ്പം അതിന് മറുവശത്ത് നിന്ന് ഇങ്ങനെ ഒരു സാധനം വരും. അതാണ് അദ്ദേഹത്തെ അവിടെ ലോക്സഭയിൽ മത്സരിപ്പിച്ചിട്ട് അദ്ദേഹത്തെ സേഫ് ആക്കാന്ന് വിചാരിച്ചത്. പക്ഷെ അത് തോറ്റുപോയി. ഓക്കെ. ജയരാജേട്ടനെ തോൽപ്പിച്ചാന്ന് എനിക്ക് തോന്നുന്നില്ല. തോൽപ്പിക്കേണ്ട ആളുകളൊക്കെ വേറെ ഉണ്ടായിരുന്നു. ബലൂണുകളൊക്കെ തോൽക്കേണ്ടതാണ്. ഇപ്പോൾ ചിലരുടെയൊക്കെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ശൈലജ ടീച്ചറെ മട്ടന്നൂരിൽ നിർത്തുന്നു. അതുപോലെ തന്നെ AM ആരിഫിനെ എവിടെയാ കൊണ്ട് നിർത്തുന്നത്? അതുപോലെ തന്നെ എത്രയോ പേരെ ശൈലജ ടീച്ചറിന് ഇപ്പം തന്നെ ശൈലജ ടീച്ചർ പാർട്ടിക്ക് ഒരു അസറ്റായി മാറേണ്ട ഒരാളാണ്. കാരണം എന്ന് വെച്ചാൽ വലിയ രീതിയിൽ ജനസമ്മതി പുറത്തല്ലേ. അപ്പോൾ പുതിയ സീറ്റുകൾ കൂടുതൽ പിടിച്ചു വരട്ടെ. അല്ല, അതിന് മുമ്പത്തെ കാര്യം പറയുകയാണെങ്കിൽ ശ്രീമതി ടീച്ചറെ എന്തിനു ഒതുക്കി നിർത്തിയിരിക്കും? ശ്രീമതി ടീച്ചർ കണ്ണൂർ MP അവരിങ്ങനെ ഡൽഹിയിലൊക്കെ ഭയങ്കര ഇംഗ്ലീഷാണ് പറഞ്ഞ് നടക്കല്ലേ. അല്ല, കേരളത്തിന്റെ ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ ഏറ്റവും നല്ല കോൺട്രിബ്യൂഷൻ അതുകൊണ്ടല്ലേ നിങ്ങൾ ശൈലജനെ കിട്ടിയത്? ശൈലജനെ മാറ്റിക്കൊണ്ടല്ലേ വീണനെ കിട്ടിയത്? അത് വരണ്ടേ, യങ് ബ്ലഡ് വരണ്ടേ? ഒരാളെ തന്നെ അവിടെ പിടിച്ചിരുത്തിയത്, ലിയോനെ മാത്രമേ അവിടെ പിടിച്ചിരുത്തിയാൽ മതി. അല്ല, അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ പ്രായത്തിൽ എത്രയോ മുതിർന്ന ആളാണ്. ചില ആളുകളെ തൽക്കാലം മോഡി, പിണറായി വിജയൻ ഇവരും തൽക്കാലത്തേക്ക് മാറ്റാൻ പറ്റില്ല. കാരണം അവർക്കൊരു വോട്ടുണ്ട്. പിന്നെ അവരെ പേടിയുണ്ട്. ഇത് ഈ എന്താണ് താടിയുള്ള അപ്പോൾ പേടിയുണ്ട് എന്നുള്ളത് പോലെ പിണറായി അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ കാണാം അവൻ 4 പ്രത്യയശാസം പറയുന്ന 4 സൈഡിന് പോകും. പണ്ടത്തെ പാർട്ടിയല്ല അപ്പോൾ. ഓക്കെ. അപ്പോൾ അത്തരത്തിൽ ഉള്ള സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല. ആരെയും ഒതുക്കിയിട്ടില്ല അല്ലേ? നമ്മൾ രാജു അബ്രഹാമിനെ മാറ്റി നിർത്തി. അതുപോലെ തന്നെ പലരെയും എത്രയോ ക്വാളിറ്റി പൊളിറ്റീഷ്യൻസിനെ മത്സര രംഗത്ത് നിന്ന് മാറ്റി നിർത്തി. എന്തുകൊണ്ട്? രാജു പിന്നെ 5 തവണ MLA ആയിരുന്നു. പക്ഷേ വേണ്ട പരിഗണന MLA മാത്രമായി നിന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹം കഴിവുള്ള ആളാണ് എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? രാജീവപുരം കഴിവുള്ള ആളൊക്കെ തന്നെ.
പക്ഷെ ഇപ്പം രാജീവ് അബ്രാഹിനെ മാറ്റുന്നത് വേറെ കാരണം വെച്ചാൽ രാജു പാർട്ടിക്കാരനാണ്. ഉം. മറ്റത് വീണ ജോർജ് പാർട്ടിക്കാരിയല്ല, അവർ സഭയുടെ ആളാണ്. ആ സഭയുടെ വോട്ട് ഇങ്ങോട്ട് കിട്ടും എങ്കിലും അവിടെ ഈ സീറ്റുകളൊക്കെ പത്തനംതിട്ട മുഴുവൻ സീറ്റുകളും കിട്ടി. അങ്ങനെ രാജു മാത്രമേ വിചാരിച്ചാൽ നടക്കുകയില്ല, വീണ വന്നോട് കൂടിയിട്ടാണ്. അപ്പോൾ അവർക്കൊരു വീണ ഏതാണ്ട് സഖ്യകക്ഷിയെ പോലെയാണ്, അവർക്കൊരു മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടതായിട്ട് വരും. കെ വി അബ്ദുൽ ഖാദറിനെ മാറ്റി നിർത്തി. കെ വി അബ്ദുൽ ഖാദറിനെ മാറ്റി പിന്നെ മൊയ്തീനില്ലേ, നമ്മുടെ സ്പീക്കറിനെ മാറ്റി നിർത്തുന്നു മത്സരത്തിൽ. രാധാകൃഷ്ണനെ അല്ല, ഇപ്പോഴത്തെ സ്പീക്കർ സംശയം ഷംസീറിനെ മാറ്റി രണ്ട് തവണ അല്ലേ, 2 തവണ. ഇപ്പൊ അടുത്ത തവണ റിയാസിനെ മാറ്റി നിർത്തും, 2 തവണ അല്ലേ? ഉറപ്പാണോ? 2 തവണ അല്ലേ? പിണറായിനെ വെച്ച് ആരെയും മാറ്റി നിർത്തും. ഓക്കെ. പക്ഷേ ചിലർക്കൊന്നും തന്നെ ഈ ടേം ബാധകമല്ലാതാകുന്നു, ഇതൊക്കെയാണ് ആൾക്കാർ സംസാരിക്കുന്നതേ. അല്ല, ടേം ചിലർക്ക് ബാധകമാകുന്നതല്ല. ആർക്കെ ബാധകമാകാത്ത ഒന്ന് പിണറായിക്കാണ്. പിണറായിക്ക് എന്നെ റീപ്ലേസ് ചെയ്യാൻ ആളില്ല. പിണറായി കേരള പാർട്ടിയിലെ ആരാണ്? ലെനിനാണ്. ലെനിൻ അന്നപ്പോൾ മരിച്ചു പോയതുകൊണ്ട് മാത്രമാണ് ലെനിൻ മാറിക്കേണ്ട വന്നത്. അല്ല, മാർക്സ്, ലെനിൻ. അപ്പോൾ നോക്കുമ്പോൾ അങ്ങനെയുള്ള നേതാക്കന്മാരൊക്കെ തന്നെ അവസാനം വരെ തുടരുന്നു. അവരുടെ നമ്മുടെ ക്യൂബയിൽ അങ്ങനെയായിരുന്നല്ലോ, ഫിഡൽ കാസ്ട്രോ അങ്ങനെയായിരുന്നു. അപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ അങ്ങനെയാണ്, ദേശീയ തലത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്, സംസ്ഥാന തലത്തിലും അങ്ങനെയാണ്. ബൂർഷ്വാ പാർട്ടികളുടെ രീതിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. നിർത്തേണ്ടവരെ നിർത്തും, മാറ്റേണ്ടവരെ മാറ്റും. ചൈനയിലും അങ്ങനെയാണ്. അതെ അതെ, എതിരാളികളെ അല്ല 10 വർഷം കഴിയുമ്പോൾ മാറണം. പക്ഷേ നിയമങ്ങളെല്ലാം തന്നെ തനിക്ക് അനുകൂലമാക്കി എഴുതി കഴിഞ്ഞു ചൈനയിൽ. അത് നോക്കാം നമുക്ക്. പാർട്ടി ആ കാലഘട്ടത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്, പാർട്ടി അത് ചെയ്യും. എന്നിട്ട് അടുത്തത്. ഓക്കെ. അപ്പോൾ അവിടെ എല്ലാം വിശദീകരണങ്ങളുണ്ട്, മാറ്റി നിർത്തുന്നതിനും വിശദീകരണമുണ്ട്. പക്ഷെ ആർക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഒരു മനുഷ്യൻ എന്താ ചെയ്യുക? മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു പിശാചുണ്ട്. ഈ വികാരത്തിന്റെ മേൽ ബുദ്ധി വിജയിക്കണം. അങ്ങനെ ബുദ്ധി വിജയിക്കും. പി ജയരാജൻ അങ്ങനെ ബുദ്ധിയാണ് അദ്ദേഹത്തെ നയിക്കുന്നത്, പാർട്ടിയിൽ ഡിസിപ്ലിൻ, അതാണ് ബുദ്ധി. അതുകൊണ്ട് അദ്ദേഹം ഒന്നും മിണ്ടിയിട്ടില്ല. എന്നാലും അദ്ദേഹം ഒരിക്കൽ മന്ത്രി പോലെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ്. ഒരു രാത്രി ഒരു തിരുവോണത്തിന്റെ തല ആർഎസ്എസ്കാർ വെട്ടിക്കൊല്ലാൻ പോയിട്ട് അദ്ദേഹത്തിന് ആത്മധൈര്യം കൊണ്ട് ഒന്നുകൊണ്ട് മാത്രം രക്ഷപ്പെടുത്തുന്നു. എനിക്ക് ഞങ്ങളുടെ കണ്ണൂർ രാഷ്ട്രീയത്തിലെ ഈ ആളുകൾക്കൊക്കെ രഹസ്യമായിട്ട് അത്യാവശ്യം ജയരാജേട്ടൻ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇവർക്കൊരു ലോക്കൽ കാവുകളും പൂജകളും, പൂജയല്ല ഉത്സവങ്ങളൊക്കെ ഉള്ള ആളുകളാണ്. അപ്പോൾ ആ ദൈവസഹായവും മൂപ്പര ആത്മധൈര്യം കൊണ്ടാണ് മാത്രമാണ് അന്ന് രക്ഷപ്പെട്ടത്. അങ്ങനെ സുധാകരന് സഹിക്കേണ്ടി വന്നിട്ടുണ്ടോ? പേഴ്സണലി അദ്ദേഹത്തിന് സഹോദരൻ മരിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. പിണറായി ജയരാജൻ അങ്ങനെ ഉള്ള ഒരു ഘട്ടം കഴിഞ്ഞിട്ട് മരിച്ച് ജീവിച്ചു വന്ന ഒരാളാണ് ജയരാജൻ. അപ്പോൾ ആ ജയരാജനെ അദ്ദേഹം പാർട്ടിക്കെതിരെ ഒന്നും മിണ്ടിയിട്ടില്ലല്ലോ. എപ്പോഴെങ്കിലും മിണ്ടിയോ? ഈ രീതിയിൽ നിങ്ങളെല്ലാവരും പറഞ്ഞിട്ട് അദ്ദേഹം മിണ്ടി ഇല്ല. എന്നാൽ സുധാകരൻ അതല്ല, 2 തവണ സുധാകരൻ മന്ത്രിയായി. ഇനി സുധാകരൻ എന്താ വേണ്ടത്? അതും പ്രധാനപ്പെട്ട വകുപ്പുകളും എടുത്തു. ആദ്യ തവണ വന്നപ്പോൾ നവത്തുള്ള സകല ആളുകളെയും തെറി പറഞ്ഞ് നാണക്കേടുണ്ടാക്കി. എന്നിട്ട് അടുത്ത തവണയും കൂടി കൊടുത്തു. ഇനി സുധാകരൻ എന്താ വേണ്ടത്? അല്ല, സുധാകരനെ പോലെ ഒരാളിനെ മാറ്റി നിർത്തണമായിരുന്നുവെങ്കിൽ ഈ രീതിയിലാണോ മാറ്റി നിർത്തേണ്ടത്? അതൊന്ന്. 2, ഞാൻ പറയാം. 2, ഏറ്റവും പ്രധാനപ്പെട്ടത് വളരെ ജൂനിയർ ആയിട്ടുള്ള നേതാക്കൾ അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നു, അവഹേളിക്കുന്നു. ഈവൻ സജി ചെറിയാനാണെങ്കിലും. അല്ല, അതൊക്കെ ഇപ്പം ഒരു നേതാവും കഴിഞ്ഞ ദിവസം പോലെ അദ്ദേഹത്തെ അധിക്ഷേപിച്ചിട്ടില്ല. ലോക്കൽ ഇപ്പം ഈ യൂട്യൂബ് ചാനലിൻ്റെ അടിയിൽ വന്ന് കമന്റ്, ഫേസ്ബുക്ക് ഒരുപാട് നാളുകളുണ്ട്. അത് പലപ്പോഴും CPM തന്നെ ആണോന്നില്ല. അല്ലെങ്കിൽ CPM വേഷത്തിൽ ഇപ്പം നിൽക്കുന്ന STPIക്കാരോ അല്ലെങ്കിൽ CPM ഉള്ളിൽ നിന്ന് പിന്നെ മോശക്കാരെന്ന് പറയിപ്പിക്കാൻ വേണ്ടിയാണ് കുറച്ച് BJPക്കാരോ കോൺഗ്രസ്സുകാരോ എല്ലാം ഇരിക്കാം. അല്ലെങ്കിൽ ഒരു വിവരമല്ലാതെ ന്യൂ ജനറേഷൻ അയ്യന്മാർ വന്നിട്ടുണ്ട്. അവർ ഒരു ഡിബേറ്റ് പോലും ഫുള്ള് ഏതെങ്കിലും ഒരു ഡയലോഗ് കണ്ടിട്ട് കമന്റ് അടിക്കുന്ന ആളുകളാണ്. അതൊക്കെ സുധാകരനെ പോലുള്ള സഖാവ് മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് നിങ്ങൾ പി ജയരാജനായിരിക്കണം നിങ്ങളുടെ മാതൃക. അല്ല, ഞാൻ പറഞ്ഞത് അല്ല, ജി സുധാകരനെ പോലെ അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയിലോ അദ്ദേഹത്തിൻ്റെ ഓണസ്റ്റി, അത് തന്നെയാണ് ഞാൻ പറയുന്നത്. അഴിമതി ഇല്ലായ്മ, അഴിമതിയുടെ നിഴൽ പോലും അദ്ദേഹത്തിന്. ഞാൻ ജി സുധാകരനെ ബഹുമാനിക്കുന്ന ഒരു ഒറ്റ കാര്യത്തിലാണ്, ഹാർഡ് വർക്കിംഗ്. ബാക്കി ഒരു കാര്യത്തിൽ എനിക്കും അറിയില്ല. ഹി ഈസ് ഹാർഡ് വർക്കിംഗ്, നന്നായി പണിയെടുക്കും. ഓക്കെ, അത് ശരിയാണ്. ഓക്കെ, അത്തരത്തിലുള്ളൊരു നേതാവിനെ മാറ്റി നിർത്തുമ്പോൾ അതിൻ്റെതായ മാന്യതയിൽ മാറ്റി നിർത്തണം. അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ, ഇടപെടുമ്പോൾ ഈ സംസ്ഥാന നേതാക്കൾ എന്തിനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അവർ ഇടപെട്ട് അതിനെയൊക്കെ വിലക്കണമായിരുന്നു. എന്ത് കാര്യം? ഇദ്ദേഹത്തെ അധിക്ഷേപിക്കുമ്പോൾ ഇദ്ദേഹത്തെ എന്ത് അധിക്ഷേപിക്കും? കഴിഞ്ഞ മമ്മൂക്ക, ഈ സുധാകരനെക്കാട്ടും വലിയ ആളാണല്ലോ മമ്മൂക്ക. സുധാകരനെ കൊണ്ട് പാർട്ടിക്ക് വലിയ കാര്യമൊന്നുമില്ല, പക്ഷെ മമ്മൂക്കാനെ കൊണ്ട് പാർട്ടിക്കാരുണ്ടായിരുന്നു. മമ്മൂക്കാനെ കുറേ നാളുകൾ CPM എന്നോ ഭയങ്കര തെറി കളിച്ചു. അത് കുറേ ആൻറ്റിമാർ അതിൻ്റെ കൂടെ കൂടി അവസാനം എന്തായി? അവസാനം പാർട്ടി നമ്മളൊക്കെ പറഞ്ഞെടുത്ത് വന്നു അല്ലേ? ആണോ അല്ലേ? അവസാനം പിണറായി വിജയൻ മമ്മൂട്ടിയെ വിളിച്ചു. അതാ പറഞ്ഞത്. പിണറായി വിജയൻ മമ്മൂട്ടിയെ സോറി പറഞ്ഞു, ഖേദം പറഞ്ഞു. ആ സോറി പറഞ്ഞു. എന്തുകൊണ്ടാ ഇത് പറഞ്ഞ് നമ്മൾ മാത്രമേ എല്ലാം മമ്മൂട്ടിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഞാനേ പറഞ്ഞിട്ടുള്ളൂ. അതെ, അത് കമ്മ്യൂണിസ്റ്റ് ലൈൻ അതാണ്. കാരണം മമ്മൂക്ക ഈ പാർട്ടിക്ക് ആവശ്യമുള്ള ആളാണ്.
മാത്രമല്ല സി ജി സുധാകരൻ നമ്മളിപ്പോ നോക്കുമ്പോൾ ഈ അടിയന്തരാവസ്ഥയുടെ വാർഷികം ബി എസിന്റെ ആളുകൾ പിണറായി വിജയൻ എന്തൊക്കെ തെറി വന്നു, പിണറായി വിജയന്റെ ആളുകൾ ബി എസിന് എന്തൊക്കെ തെറി വന്നു, ഇവരാരെങ്കിലും ഇത് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? അതിന് നാലിലൊന്നും കേട്ടിട്ടില്ലല്ലോ. അടിയന്തരാവസ്ഥ കാലത്തെ അടിയന്തരാവസ്ഥയുടെ വാർഷികം നടക്കുമ്പോൾ എപ്പോഴും അവിടെ പതാക ഉയർത്തിയിരുന്നത് അദ്ദേഹമാണ്. അല്ലെങ്കിൽ പാർട്ടിയുടെ ആലപ്പുഴയിലെ ആളുകൾ വന്ന് ഉയർത്തി അവരൊക്കെ പഠിക്കണ്ടേ? എല്ലാ സമയം നിങ്ങൾ മാത്രമായി കഴിഞ്ഞാൽ ഞങ്ങൾ പഠിച്ചു എന്ത് ചെയ്യും? അടിയന്തരാവസ്ഥയിൽ കൊടിയ പീഡനം ഏറ്റുവാങ്ങിയ ആളാണ്. പിണറായി വിജയൻ ഏറ്റുവാണിച്ച പോലെ അങ്ങനെ ഏറ്റുവാണിച്ചിട്ടുണ്ടോ? പിണറായി വിജയൻ ഏറ്റുവാണിച്ച പിന്നെ പീഡനം എന്താണ്? എന്നാൽ അയാൾ MLA കൂടിയാണ്. അയാൾ ഷർട്ട് മൊത്തം ചോരയിൽ കുളിച്ചിരിക്കുക, പുറംഭാഗം മൊത്തം അടി കൊണ്ട് പൊളിഞ്ഞിരിക്കുകയായിരുന്നു. ഇതൊന്നും തള്ളിന് വേണ്ടി പറഞ്ഞല്ലോ, നിയമസഭാ റെക്കോർഡിലുണ്ടല്ലോ അന്നത്തെ പ്രസംഗം പിണറായി വിജയൻ ചെയ്ത കാര്യങ്ങൾ അന്ന് റിപ്പോർട്ടുണ്ടല്ലോ. അതിനെക്കാട്ട് വലുതല്ലല്ലോ. P. ജയരാജൻ ഒരു തിരുവോണാവസത്തിന്റെ തലേന്ന് കയ്യും കാലുമാണ് വെട്ടി നോക്കിയപ്പെട്ടത്. അതിലും വലുതൊന്നല്ലല്ലോ. ഓഫ്കോഴ്സ് അദ്ദേഹത്തിന്റെ സഹോദരൻ മരിച്ച രക്തസാക്ഷിയാണ്. എനിക്ക് അതിൽ അങ്ങേറ്റം വിഷമമുള്ള ഒരാളാണ് ഞാൻ ഈ പറയുന്നത്. അക്കാര്യത്തിൽ രക്തസാക്ഷികളോട് ആ ഒരു ഇതുള്ള, പക്ഷെ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ അദ്ദേഹത്തെ സഹോദരന്റെ മരണമായിരുന്നു SFIന്റെ ഇടപാട് പാർട്ടി ഒതുക്കി എന്നൊക്കെ അത് അന്വേഷണം ശരിയായ രീതി നടന്നില്ല അദ്ദേഹം പറഞ്ഞിട്ട് അത് എപ്പോഴാണ് പറയാൻ കണ്ടിട്ടുള്ളത്? അന്നും പറഞ്ഞുകൂടായിരുന്നു. അദ്ദേഹം എന്താ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത്? പിണറായി വിജയനെക്കാട്ട് വലിയ പാർട്ടിക്കാരനായിരുന്നില്ലേ? അപ്പൊ അത് വേണ്ട. ഇത് നിങ്ങൾ കുറെ ആളുകൾ ഉണ്ടാക്കി കൂട്ടുന്ന ഒരു ഹൈപ്പാണ്. നിങ്ങൾ ഈ വെളിച്ചം കണ്ടിട്ട് ഈ പൂമുള്ളി ഇന്ത്യയുടെ പെർഫോമൻസ് കണ്ടിട്ട് മോഹൻലാലിനെ കൈയടിക്കുന്ന പോലെയാണ് നിങ്ങൾ സുധാകരനെ കൈയടിക്കുന്നത്. ജി സുധാകരൻ ജയിച്ചപ്പോൾ 22,000 വോട്ടുണ്ടായിരുന്നു ഭൂരിപക്ഷം. അതിനുശേഷം H. സലാം മത്സരിച്ചപ്പോൾ വെക്കാൻ പറ്റിയ വാരൊക്കെ മൂപ്പര് പല വാക്കുകളിലൂടെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞത് എന്താ പോസ്റ്റർ കീറിയും ആരിഫ് പോസ്റ്റർ കീറിയെന്ന് അദ്ദേഹം എന്താ ചെയ്തത്? ആരിഫ് പുതിയ കുറച്ചുകൂടി നല്ല സുധാകരനെ കൂടി ചിത്രം വെച്ച് നല്ലൊരു പോസ്റ്റർ അടിച്ചിട്ട് MP ആണല്ലോ, MP എന്ന രീതി ആരിഫ് ചെയ്ത കാര്യങ്ങളും കൂടി അപ്പം നമ്മൾ സ്ഥാനാർത്ഥി ഗുണകരമാകുമല്ലോ എന്ന് വെച്ചാൽ അതും കൂടി വെച്ച് പോസ്റ്റർ അടിച്ചു വെച്ചു. അതിന് വന്ന് എന്നെ അവഗണിച്ച് എൻ്റെ പോസ്റ്റർ കീറി. ആ കീറിയ പോസ്റ്റർ പുതിയതായിട്ട് ഒട്ടിച്ച പോസ്റ്ററിൽ സുധാകരനുണ്ട്. അതെന്താ പറയുന്നില്ലല്ലോ? അങ്ങനെ പലതും. പിന്നെ കഴിഞ്ഞ 5 വർഷം അദ്ദേഹം നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന അച്ചടക്ക ലംഘനങ്ങൾ നിങ്ങൾ അച്ഛൻ സഹിക്കുമോ? നിങ്ങളുടെ അച്ഛൻ വലിയ പാർട്ടി സഖാവാണല്ലോ. ഈ സുധാകരൻ ഇപ്പം കാണിച്ചു കൊടുക്കുന്ന അച്ഛനോടൊന്ന് ചോദിച്ചു നോക്ക്. പാർട്ടിയെ ഇൻഡയറക്റ്റ്ലി കുത്തുക പല കാര്യങ്ങളും. എന്നിട്ട് പാർട്ടി ഇതുപോലെ ആരോടും പാർട്ടി ക്ഷമിച്ചിട്ടുണ്ടോ? ഈ സുധാകരൻ വിഷയത്തിൽ പാർട്ടി നേതൃത്വവും അദ്ദേഹവും ഒരു ട്രൂ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നെങ്കിൽ ഈ രീതിയിലായിരുന്നില്ല സമീപിക്കേണ്ടിരുന്നത് എന്ന് അഭിപ്രായം പറയുന്നവരുമുണ്ട്. ഇതുപോലെ പാർട്ടിയിൽ ഒരുപാട് പേര് പിന്നെ ഒരു ഘട്ടത്തിൽ പോയിട്ടുണ്ട്. ഇപ്പൊ CK പത്മനാഭൻ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൂർ MLA ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ പറ്റി ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇല്ല. പ്രദീപ് കുമാർ എന്ന് പറഞ്ഞാൽ വളരെ പോപ്പുലർ MLA ഉണ്ട്. അദ്ദേഹം പറഞ്ഞു ഇല്ല. അപ്പൊ നിങ്ങൾ സുധാകരൻ ഇതെല്ലാം പാർട്ടിക്ക് അച്ചടക്കത്തിനെതിരായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. അദ്ദേഹം പാർട്ടി ഇൻഡിപെൻഡൻ്റായി മത്സരിക്കാൻ തീരുമാനിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നത് വരെ ഒരക്ഷരവും വേണ്ടിയിട്ടില്ല. അന്ന് പോലും സജി ചെറിയാൻ അദ്ദേഹത്തെ നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ചില പരാമർശങ്ങളൊക്കെ വന്ന സമയത്താണ് പാർട്ടി ഇപ്പോൾ ആ ഒരു വാർ മൂഡിലേക്ക് കടന്നിട്ടുള്ളത്. എന്തായാലും ജി സുധാകരൻ വിഷയത്തിൽ ജനങ്ങൾ എത്രത്തോളം അദ്ദേഹത്തോടൊപ്പം ഉണ്ട് എന്ന് തിരഞ്ഞെടുപ്പ് പറയട്ടെ. ഒപ്പമുള്ള സാധ്യതകൾ ചില ആളുകൾ ഞാൻ ലോക്സഭാ ഇലക്ഷന് അവിടെ മത്സരിച്ച് 40 വോട്ടോ 50 വോട്ടോ കിട്ടി ചില ആളുകളുണ്ട്. അവരൊക്കെ ഉണ്ടാവും. അത്രയൊന്നും താഴ്ത്തി കെട്ടേണ്ട കാര്യമില്ല. ഇപ്പോൾ തന്നെ അമ്പലപ്പുഴയിൽ നമുക്ക് നിഷ്പക്ഷമായി ഒന്ന് ഇറങ്ങി പരിശോധിച്ചു കഴിഞ്ഞാൽ, ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പരസ്യമായി തന്നെ പറയാൻ തയ്യാറാണ് ജി സുധാകരൻ അപ്പുറം ഒന്നുമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു എവിടെ പോകുന്നു, ആരെ കാണുന്നു, ജി സുധാകരൻ അപ്പുറം ഒന്നുമില്ല എന്ന് പറയുമ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ? അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ പറഞ്ഞാൽ പിണറായി വിജയനാണ് VS അല്ല. ഞാൻ അദ്ദേഹം മോശം, അദ്ദേഹം നല്ല മിനിസ്റ്റർ ആയിരുന്നു, അക്കാര്യം സംശയമൊന്നുമില്ല. എളവരം കരീമിനെ പോലെ അല്ലെങ്കിൽ പിന്നെ എന്താണ് പിന്നെ ആ സമയത്തുള്ള ഐസക്കിനെ പോലെ, ഐസക്കിനെക്കാളും നല്ല മിനിസ്റ്റർ ആയിരുന്നു കേട്ടോ. എളമരം കരീമിനേക്കാളും നല്ല മിനിസ്റ്റർ അന്ന് എനിക്കറിയില്ല. എളമരം കരീം സർട്ടിഫിക്കറ്റ് കൊടുത്ത് AK ആന്റണിയാണ്. എളമരം കരീം നല്ലൊരു അഡ്മിനിസ്ട്രേറ്ററാണ്. പിന്നെ അങ്ങനെ പ്രശ്നം എന്ന് വെച്ചാൽ അങ്ങനെ ഈ പറയുന്നതിൻ്റെ അതിൽ അങ്ങനെ പാടിക്കൊണ്ട് നടക്കില്ല. പിന്നെ പാടിക്കൊണ്ട് നടക്കുന്ന ആളുകൾ അങ്ങനെ പ്രോത്സാഹിപ്പിക്കാറില്ല. ജി സുധാകരനെതിരെ അന്വേഷണം നടത്തിയ ആളാണ് ഈ എളമരം കരീം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ജി സുധാകരനോട് ചോദിക്കണമായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന്. ചോദിച്ചിട്ടില്ല. അല്ല, ഹലോ, അന്വേഷണം നടത്തുമ്പോൾ 2 കക്ഷിയോടും ചോദിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ അദ്ദേഹത്തോട് സംസാരിച്ചില്ലെന്നാണ് പറഞ്ഞത്. അതെനിക്കറിയില്ല. അങ്ങനെ ഒരു രീതി ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഒരു അന്വേഷണം എന്ന് വെച്ചാൽ എന്താണ്, നമ്മളൊക്കെ പല അന്വേഷണ കമ്മീഷനിൽ ഇരുന്നിട്ടുണ്ടല്ലോ പല രീതിയിൽ. 2 സൈഡും കേൾക്കുക എന്നുള്ളതല്ല. അങ്ങനെയല്ലാതെ അന്വേഷണം ഉണ്ടോ ഏകപക്ഷീയമായിട്ട്? പക്ഷേ ഐ എം നോട്ട് കൺവിൻസ്ഡ് ജി സുധാകരനെ അവഗണിച്ചു, അവഹേളിച്ചു എന്നുള്ള വിഷയത്തിൽ അങ്ങനെയല്ല നടന്നത് എന്ന് ഒന്ന് പറ. എങ്ങനെയാണ് അദ്ദേഹത്തെ അവഗണിച്ചിട്ടുള്ളത്? ഫേസ്ബുക്കിലൊക്കെ അന്ന് പിണറായി വിജയൻ അതിൽ വലിയ തെറി പറയുന്നവന്മാരുണ്ട്. അതുപോലെ തന്നെ അടുത്ത് നമ്മുടെ ചിറ്റപ്പൻ ഉണ്ടല്ലോ,
ഇ പി ജയരാജനെ തൊട്ട് വന്നിട്ടുള്ള ആളുകളുണ്ട്. ഇവരൊക്കെ ഇടക്കിടക്ക് കേൾക്കാൻ, ഇവരൊന്നും പല കമ്മ്യൂണിസ്റ്റുകാരും അല്ല. അപ്പൊ എന്റെ ഇതിനെ കടിയിൽ വന്നിട്ട് ഓരോ തെറിയ ഞാൻ കാണാറുണ്ട്. ആ കണ്ടന്റുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. അവസാനം ഞാൻ ബി ജെ പിക്ക് അനുകൂലമായിട്ട് വണ്ടി അടിച്ച് വന്ന് കണ്ടോ, അത് ബി ജെ പിക്കാർ പറയില്ലല്ലോ. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇവാഞ്ചലിസ്റ്റ് ആണ്, അല്ലെ എസ് ടി പി ഐക്കാരനാണ്. അപ്പൊ എന്നിട്ട് ചില ആളുകൾ എന്നോട് നിങ്ങളത് കണ്ടിട്ട് നിങ്ങളത് മനസ്സിലെടുക്കണ്ട കേട്ടോ, അതൊക്കെ ഓരോ ഉടായിപ്പാണ്. അതുപോലെ നമ്മുടെ ഇയാളുണ്ടല്ലോ അലി അക്ബർ, ഇസ്ലാം വിടാൻ കാരണം എന്താ പറയുക, ഏതോ ഒരു മുഹമ്മദ് എന്ന് പേരുള്ള ഒരു പ്രൊഫൈൽ വന്നിട്ട് അങ്ങനെ വാപ്പാനെ വിളിച്ചു. അപ്പൊ അന്വേഷിച്ച് നോക്കുമ്പോണ്ടല്ലോ അതൊരു ഹിന്ദു പേര് തന്നെയായിരുന്നു. ഇതാണ് സംഭവം, മനസ്സിലായേ? ഓക്കെ. എന്തായാലും ജി സുധാകരൻ്റെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു എന്ന് അവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തുടരും. കെ സുധാകരൻ്റെ വിഷയം എന്തായാലും ഒരു വലിയ ചലഞ്ചായി തന്നെ കോൺഗ്രസിന് മുന്നിൽ നിൽക്കുകയാണ്. അദ്ദേഹത്തെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയ സമയം മുതൽ തന്നെ അദ്ദേഹത്തോട് അനീതി കാണിച്ചു കോൺഗ്രസ് എന്നുള്ള ഒരു ചർച്ചയും കോൺഗ്രസ്സുകാർക്കിടയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഫക്രുദ്ദീൻ അലി ഈ ചർച്ചയിൽ പറഞ്ഞത്, കെ സുധാകരൻ BJPയിലേക്ക് പോയാൽ അത്ഭുതപ്പെടാനില്ല, അദ്ദേഹത്തെ സ്വീകരിക്കാൻ തയ്യാറായി BJP നിൽക്കുകയാണ്. അങ്ങനെ സംഭവിച്ചാൽ അത് വലിയൊരു പൊളിറ്റിക്കൽ മൂവ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വരുന്ന തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ളതിനപ്പുറത്തേക്ക് ആര് കേരളം ഭരിക്കും അതിനുശേഷം എന്ന് നിശ്ചയിക്കാൻ പോകുന്ന ഒരു കാര്യത്തിലേക്ക് അത് പോകും എന്നുള്ളതാണ് വാസ്തവം. ആലോചിച്ച് നോക്കുക, BJP എത്ര സീറ്റ് നേടും എന്നുള്ളത് ക്രൂഷ്യലായിട്ടുള്ളൊരു ഫാക്റ്റാണ്. ആ ഒരു ഫാക്ടറിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ ഫോട്ടോ ഫിനിഷ് എന്നുള്ളത് ഒരു വാസ്തവമായിരിക്കും. ഈ തിരഞ്ഞെടുപ്പ് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് പോകുമോ ഇല്ലയോ എന്ന് നിശ്ചയിക്കുന്ന ഒരു ഘടകമായി മാറിയിരിക്കുകയാണ് കെ സുധാകരൻ എന്നുള്ളതാണ്. കാത്തിരിക്കാൻ നമുക്ക് എന്തൊക്കെ പൊളിറ്റിക്കൽ മൂവ്സ് ആയിരിക്കും ഇനി നടക്കാൻ പോകുന്നത്. ചർച്ചകളുടെ ഫലപ്രാപ്തി ഒക്കെ തന്നെ ഇതിൻ്റെ റിസൾട്ടിനെ സ്വാധീനിക്കും. വളരെയധികം നന്ദി ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.